25 വയസ്സ് പ്രായമുള്ള ഗണേശനും അമ്മയും അനുജത്തിയും അടങ്ങിയതായിരുന്നു അവരുടെ കുടുംബം. 2 മുറിയും അടുക്കളയും മാത്രമുള്ള വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. സാമ്പത്തിക ഞെരുക്കം കൊണ്ട് വാതിലുകൾക്കും ജനാലകൾക്കും കതകുകൾ ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി ഗണേശന്റെ വീട്ടിലെത്തിയ വൈൽസൺ നിമിഷങ്ങൾക്കുള്ളിൽ ഗണേശനെയും അവന്റെ സഹോദരിയെയും അമ്മയെയും തന്റെ ആജ്ഞകൾക്ക് അടിമപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഗണേശനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഫരീദിന്റെ നേതൃത്വത്തിൽ 6 ചെറുപ്പക്കാർ വീട് വളഞ്ഞത്. വീടിന് ചുറ്റും കാൽപെരുമാറ്റം കേട്ടയുടൻ തന്നെ ബുദ്ധിശാലിയായ വത്സന്നിന് അപകടം മനസ്സിലാക്കാൻ കഴിഞ്ഞു. പെട്ടെന്ന് മേശപ്പുറത്ത് കത്തിക്കൊണ്ടു നിന്ന മണ്ണെണ്ണ വിളക്ക് അവൻ ഊതിക്കെടുത്തിയിട്ട് ഗണേശന്റെ സഹോദരി സരസുവിന്റെ കഴുത്തെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, നിന്റെ വീടിന് ചുറ്റും എന്നെ തേടി ആളുകൾ എത്തിയിട്ടുണ്ട്. അവരോട് പൊയ്ക്കൊള്ളാൻ പറയുക, അല്ലെങ്കിൽ നിന്റെ സഹോദരിയായിരിക്കും ആദ്യം മരിച്ചു വീഴുക. ഗണേശ് വിറയ്ക്കുന്ന കാലുകളോടെ മുറിയിൽ നിന്ന് സാവധാനം മുറ്റത്തേക്ക് ഇറങ്ങി. ഇരുളിൽ മറഞ്ഞു നിന്നിരുന്നതിനാൽ ഒരാൾ തന്റെ കുറുവടി കൊണ്ട് ഗണേശന്റെ തലയ്ക്ക് ഒരടി കൊടുത്തു. അയ്യോ! ഗണേശ് തൽക്ഷണം നിലം പതിച്ചു. വീണ്ടും വീണ്ടും അവന്റെ ശരീരത്ത് കുറുവടികൾ പതിച്ചുകൊണ്ടിരുന്നു. വൈൽഡ് സണ്ണിനെ അടിച്ചു വീഴ്ത്തിയ സന്തോഷത്തോടെ കുറുവടിക്കാരൻ ഉറക്കെ ബഹളം വെച്ചു. പരിസരവാസികൾ ഓടിയെത്തി. അപ്പോഴേക്കും ഫരീദിന്റെ കയ്യിലിരുന്ന് വെട്ടിത്തിളങ്ങുന്ന കത്തി ഗണേശന്റെ ശരീരത്തിൽ 2 തവണ കയറി ഇറങ്ങി കഴിഞ്ഞിരുന്നു. രക്തത്തിൽ കിടന്നു പിടയ്ക്കുന്ന അവന്റെ മുഖത്തേക്ക് ആരോ ടോർച്ച് തെളിച്ചു. എല്ലാവരും ഞെട്ടിപ്പോയി. വൈൽഡ് സൺ എവിടെ? വീടിനുള്ളിൽ സംസാരിച്ചത് വൈൽഡ് സൺ അല്ലായിരുന്നുവോ? വീട്ടിലേക്ക് ആരോ ടോർച്ച് തെളിച്ചു. അമ്മയും സരസവും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ മുറിക്കുള്ളിൽ സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. ഇവിടെ ആരാണ് സംസാരിച്ചത്? ഫരീദ് ഉറക്കെ വിളിച്ചു ചോദിച്ചു. വൈൽഡ് സൺ. അവനെവിടെ? ജനം വഴി ചാടിപ്പോയി. സരസുവും അമ്മയും വാതിൽക്കിലേക്ക് ചെന്ന് മുറ്റത്തേക്ക് നോക്കി. മുറ്റത്ത് കിടന്ന് ഒരാൾ പിടയ്ക്കുന്നത് കണ്ടുകൊണ്ട് അവർ ചോദിച്ചു, ഗണേശ് എവിടെ? ഉറക്കം നിലവിളിക്കുന്ന കേട്ടല്ലോ. അവനെ വൈൽഡ് സൺ കുത്തി വീഴ്ത്തി. പെട്ടെന്ന് ഫരീദ് പറഞ്ഞു. അയ്യോ, എന്റെ മോനെ! അവർ മകന്റെ ശരീരത്തിലേക്ക് വീണു. ഏതാനും സെക്കൻഡുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഗണേശന്റെ ശരീരം നിശ്ചലമായി. സരസവും അമ്മയും തലയറിഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഗണേശന്റെ ജഡത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുമ്പോൾ അവനെ അടിച്ചു വീഴ്ത്തിയവരും കുത്തിക്കൊന്ന ഫരീദും നിശ്ചലരായി ആ രംഗം നോക്കിക്കൊണ്ടു നിന്നു. വൈൽഡ് സൺ ഗണേശനെ കൊലപ്പെടുത്തിയ വാർത്തയും നാട്ടിൽ വളരെ വേഗം പരന്നു. ഇനി തന്നെ കൂടി വൈൽഡ് സൺ വകവരുത്തുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ഷാജി ഭാര്യയെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. തൽക്കാലം മറ്റൊരു വീട്ടിൽ അഭയം തേടുന്നതായിരിക്കും ബുദ്ധിയെന്ന് അവന് തോന്നി. വളരെ വേഗം അയൽ വീട്ടിൽ അവനും ഭാര്യയും അഭയം തേടി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇരട്ട കൊലപാതകത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ് നാട് ഉണർന്നത്. പത്രങ്ങൾക്കായി സാധാരണക്കാർ നെട്ടോട്ടം ഓടാൻ തുടങ്ങി. ആലുമൂട്ടിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കുരിശൻതൊട്ടിയിൽ ഇരുന്ന് ഒറ്റക്കാലം മാർട്ടിൻ ഉറക്കെ പത്രം വായിച്ചു. യുദ്ധകാലത്ത് വാർത്ത കേൾക്കാൻ റേഡിയോയുടെ മുമ്പിൽ തടിച്ചു കൂടുന്നത് പോലെ ജനങ്ങൾ അവന് ചുറ്റും തടിച്ചുകൂടി. അവൻ വൈൽഡ് സണ്ണിനെ പറ്റിയുള്ള വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞു, അവനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പൊന്മോതിരം അണിയിക്കാമായിരുന്നു. എന്തിന്? മാർട്ടിൻ ദേഷ്യത്തോടെ ചോദിച്ചു. എന്തിനാണെന്നോ? എത്ര അനീതിക്കാരെയാണ് അവൻ മുട്ടുകുത്തിച്ചത്? അതൊന്നും ശാശ്വതമായ പരിഹാരമാർഗമല്ല. ജനങ്ങളിൽ സംഭീതി ഉളവാക്കാതെ വൈൽഡ് സൺ എന്ന കശ്മലം കീഴടങ്ങുകയാണ് വേണ്ടത്. റിപ്പറും രാമൻ രാഘവനും ജനങ്ങളുടെ സ്വൈര്യം കെടുത്തിയില്ലേ? വൈൽഡ് സൺ അങ്ങനെ അല്ല മാർട്ടിൻ. പിന്നെ വൈൽഡ് സൺ അഴിമതിക്കാരുടെ പേടി സ്വപ്നമാണ്. എന്നെയും നിന്നെയും അവൻ തൊടുകയില്ല. അതെന്താ? ഞാനും നീയും അടങ്ങുന്ന പാവപ്പെട്ടവർ എന്ത് അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്? പാവപ്പെട്ട ഗൾഫുകാരെ പിഴിഞ്ഞ് കോടീശ്വരനായ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ നിയമമുണ്ട് ചാക്കോച്ച. നമ്മളെല്ലാം നിയമത്തിന് അധീനരാണ്. നിയമം എന്ത് കുന്തം ചെയ്തോ? 3 പ്രാവശ്യം വിജിലൻസുകാർ പരിശോധിച്ചില്ലേ? എന്നിട്ട് എന്ത് കിട്ടി? ഇതൊന്നും നീതിക്ക് നിരക്കുന്നില്ല. അനീതിയിൽ കൂടി അതിക്രമത്തെ അടിച്ചമർത്താൻ കഴിയുകയില്ല. ബലാത്സംഗം ചെയ്തവരെ വൈൽഡ് സൺ കൊല ചെയ്തതുകൊണ്ട് ഇനിയും ഈ രാജ്യത്ത് ബലാത്സംഗം നടക്കുകയില്ലേ? നടക്കും. പിന്നെ എന്തിന് ഒരു ചെറുപ്പക്കാരൻ വെറുതെ ബലിയാടാകുന്നു? അവന് ഭ്രാന്താണ്. വൈൽഡ് സണ്ണിന് ഭ്രാന്താണെന്ന് പറയുന്ന നിനക്കാണ് ഭ്രാന്ത്. ചാക്കോച്ചൻ വൈൽഡ് സണ്ണിനെ പിന്താങ്ങി സംസാരിക്കുന്നത് തന്നെ സൂക്ഷിച്ചു വേണം. അതെന്താ? അവനെ തേടി പോലീസുകാർ രാജ്യം മുഴുവൻ കറങ്ങുകയാണ്. മാർട്ടിന്റെ അഭിപ്രായത്തെ പലരും പിന്താങ്ങിയെങ്കിലും അനീതി കാണിക്കുന്നവർക്ക് വൈൽഡ് സൺ പേടി സ്വപ്നമാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. അപ്പോഴും മാർട്ടിൻ പറഞ്ഞു,
അയാൾ പോലീസിന് കീഴടങ്ങുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ കീഴടങ്ങണം. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. നീ പറയുന്നത് കേട്ടാ വൈൽഡ്സണിനെ ആരോ നിയോഗിച്ചതാണെന്ന് തോന്നുമല്ലോ. ഞാൻ പറഞ്ഞെന്ന് മാത്രം. അവന്റെ അരങ്ങേറ്റം നമ്മുടെ നാട്ടിലായിരുന്നു. വർക്കിച്ചേട്ടന്റെ മകളെ അവൻ മോചിപ്പിച്ചതിൽ നമുക്കെല്ലാം ചാരിതാർത്ഥ്യമുണ്ട്. എന്നാ അവന്റെ ചെയ്തികളെ അനുകൂലിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അവിടെ പാഞ്ഞെത്തി. കുറച്ചുപേർ 4 വശത്തേക്കും ചിന്നി ചിതറിപ്പോയി. ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന സബ് ഇൻസ്പെക്ടർ കണ്ടുകൊണ്ട് മാർട്ടിൻ ക്രച്ചസ് എടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് സാവധാനം എഴുന്നേറ്റു. സബ് ഇൻസ്പെക്ടർ പിന്നാലെ പോലീസുകാരൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി. ഭയം നിറഞ്ഞ കണ്ണുകളോടെ നിശ്ചലരായി നിൽക്കുന്ന ഓരോരുത്തരുടെയും മുഖത്തേക്ക് നിയമപാലകർ തറപ്പിച്ചു നോക്കി. ഇവിടെ എന്താടാ ഒരാൾക്കൂട്ടം? മുറുക്കം കിടക്കാനോട് സബ് ഇൻസ്പെക്ടർ ചോദിച്ചു. രാവിലെ പത്രം വായിക്കാനായി എത്തിയവരാണ്. രാജുവിന്റെ വീട് എവിടെയാണ്? ഏത് രാജുവാണ് സാറേ? കുഞ്ഞുമോന്റെ കൂട്ടുകാരൻ രാജു. ഇവരിൽ ആരെങ്കിലും കണ്ടാ മതി. കുഞ്ഞുമോൻ ദേ നിൽക്കുന്നു. ഒരാൾ കുഞ്ഞുമോനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കുഞ്ഞുമ അതേ നിമിഷം തന്നെ ആളില പോലെ വിറയ്ക്കാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായും മർദ്ദിച്ച് അവശനാക്കിയ സംഭവം മിന്നൽ പോലെ അവന്റെ മസ്തിഷ്കത്തിൽ കൂടി മിന്നിമറഞ്ഞു. ജീപ്പിക്കാരടാ! സബ് ഇൻസ്പെക്ടറുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി. വിറയ്ക്കുന്ന കാലുകളോടെ അവൻ ജീപ്പിനകത്തേക്ക് കയറി. പോലീസുകാരൻ സബ് ഇൻസ്പെക്ടറും ജീപ്പിൽ കയറി. ജീപ്പ് മുന്നോട്ട് കുതിച്ചു. നിരപരാധിയായി തന്നെ വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കാനുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയ കുഞ്ഞുമോന്റെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. ഇരുവശത്തും ഇരിക്കുന്ന കാക്കിധാരികളെ അവൻ അമർഷത്തോടെ നോക്കിയിട്ട് മിന്നൽ വേഗത്തിൽ ഡ്രൈവറുടെ മേൽ ചാടി വീണു. ഡ്രൈവറിൽ നിന്നും ജീപ്പിന്റെ നിയന്ത്രണം വിട്ടു. വൈകിട്ട് കൃത്യം 5 മണിയായപ്പോൾ പുതിയ സബ് ഇൻസ്പെക്ടർ അബ്ദുൽ ഖാന് വൈൽഡ്സണിന്റെ സന്ദേശം ലഭിച്ചു. കുഞ്ഞുമോനെ ഉടൻ വിടുക, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പ്രഭാകരന്റെ അനുഭവമായിരിക്കും ഉണ്ടാവുക. ഭീഷണി കഴിഞ്ഞ ഉടനെ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ഡിവൈഎസ്പി ചെറിയാൻ ഫോൺ ചെയ്തു. വൈൽഡ്സൺ സംസാരിച്ച ടെലിഫോൺ നമ്പറും അഡ്രസ്സും അവർ പറഞ്ഞു കൊടുത്തു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നും കിട്ടിയ വിവരം വിശ്വസിക്കാനായില്ല. ഫ്രാൻസിസ് മുതലാളിയുടെ ടെലിഫോണിൽ കൂടിയായിരുന്നു വൈൽഡ്സൺ സംസാരിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീണ്ടും ആശയക്കുഴപ്പത്തിലായി തീർന്നു. ഒരു കാര്യം അവർക്ക് മനസ്സിലായി. വൈൽഡ്സൺ നഗരത്തിൽ ജീവിക്കുന്ന ആളല്ല, ആലുമൂട്ടുകാരൻ തന്നെ. കുഞ്ഞുമോനെ കസ്റ്റഡിയിലെടുത്ത വിവരം സാറ്റലൈറ്റ് വഴിയൊന്നും വൈൽഡ്സൺ അറിയാനിടയില്ലല്ലോ. അവർ കുഞ്ഞുമോനെ മോചിപ്പിച്ചു. രാത്രി തന്നെ ഡിവൈഎസ്പി ചെറിയാന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം പോലീസ് ആലുമൂട് പ്രദേശത്തുള്ള കുടിൽ മുതൽ കൊട്ടാരം വരെ പരിശോധിച്ചു. മുഴുവൻ ചെറുപ്പക്കാരെയും കസ്റ്റഡിയിലെടുത്തു. വർക്കിയുടെ മകൾ ഫ്രാൻസിസ് മുതലാളി, കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന ഡിസൂസയുടെ വിധവ മേരി, അലക്സിന്റെ വിധവ എന്നിവരെ വരുത്തിയിട്ട് തിരിച്ചറിയൽ പരേഡ് നടത്തി. 50ഓളം ചെറുപ്പക്കാരെ സസൂക്ഷ്മം നോക്കിയിട്ട് അവരാരും വൈൽഡ്സൺ അല്ലെന്ന് അവർ പറഞ്ഞു. ഉടൻ തന്നെ കറുത്ത കണ്ണടിയും തൊപ്പിയും കുറ്റിത്താടിയും ഓരോരുത്തരെയും ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും പരേഡ് നടത്തി. വൈൽഡ്സണിനെ കണ്ടിട്ടുള്ളവർ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. ഡിവൈഎസ്പി ചെറിയാന്റെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചു. ഇനി അവനെ പിടികൂടണമെങ്കിൽ കുറ്റാന്വേഷണ വകുപ്പിന്റെ സഹായം തേടണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായി കൂടിയാലോചന നടത്തി. ഡിറ്റക്റ്റീവ് കേസ് അന്വേഷിക്കണമെന്ന് പോലീസ് ചീഫ് ഗവൺമെന്റിന് ശുപാർശ ചെയ്തു. സുപ്രസിദ്ധ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനായ ഡോക്ടർ മാത്യൂസിനെയാണ് കേസ് അന്വേഷിക്കാൻ ഡിറ്റക്റ്റീവ് ചീഫ് KG പ്രതാപ് നിയോഗിച്ചത്. പല അന്തർദേശീയ കുറ്റവാളികളെയും കഴുത്തുറങ്കിൽ അടയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹം MBBS-ൽ ബിരുദം നേടിയ ഡോക്ടറും സമർത്ഥനുമായ ഒരു കുറ്റാന്വേഷകനുമായിരുന്നു. നൂതനമായ ആധുനിക ഉപകരണങ്ങളുടെ സഹായമില്ലാതെ തന്റെ ബുദ്ധി സാമർഥ്യവും പെട്ടെന്നുള്ള ആക്രമണ രീതിയും ഉപയോഗിച്ചാണ് അദ്ദേഹം കുറ്റവാളികളെ കീഴടക്കിയിരുന്നത്. ഡിറ്റക്റ്റീവ് ചീഫ് KG പ്രതാപിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ മാത്യൂസ് കേരളത്തിൽ പറന്നെത്തി. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വിമാനത്താവളത്തിൽ നിന്നും ഒരു ടാക്സി പിടിച്ച് അദ്ദേഹം ഡിവൈഎസ്പി ചെറിയാന്റെ ഓഫീസിലാണ് എത്തിയത്. ഗവൺമെന്റ് സമർപ്പിച്ച കേസ് ഫയലിൽ നിന്നും ഡോക്ടർ മാത്യൂസ് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളെക്കാൾ വിശദമായി ഡിവൈഎസ്പി ചെറിയാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ആലുമൂട് കേന്ദ്രീകരിച്ചാണ് വൈൽഡ്സൺ പ്രവർത്തിക്കുന്നതെന്ന് ഡോക്ടർ മാത്യൂസിന് തോന്നി. ആദ്യത്തെ സംഭവം തന്നെ നടന്നത് ആലുമൂട്ടിലായിരുന്നു എന്നത് അദ്ദേഹം പ്രത്യേകം ഓർത്തു. ഏറ്റവും ഒടുവിൽ കുഞ്ഞുമോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയപ്പോ വൈൽഡ്സണിന്റെ സന്ദേശം ലഭിച്ചതും എസ്റ്റേറ്റ് മുതലാളിയായ ഫ്രാൻസിസിന്റെ ടെലിഫോൺ ലൈനിൽ കൂടിയായിരുന്നു. ഡോക്ടർ മാത്യൂസ് യാത്ര പറഞ്ഞിറങ്ങുന്നതിന് മുമ്പ്
ഡിവൈഎസ്പി ചെറിയാൻ അദ്ദേഹത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. ഡോക്ടർ മാത്യൂസ് ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. അദ്ദേഹം കേസിന്റെ ഫയലുകൾ ഒന്നുകൂടി പരിശോധിച്ചതിനു ശേഷം ഡിവൈഎസ്പി പറഞ്ഞതായ കാര്യങ്ങൾ കൂടി സ്വയം വിശകലനം ചെയ്തു. അപ്പോഴാണ് എസ്റ്റേറ്റ് മുതലാളി ഫ്രാൻസിസിനെ കയ്യിലെടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. മുറിയുടെ ജനാലയും കതകും നല്ലവണ്ണം അടിച്ചതിനു ശേഷം ഒരു തീപ്പെട്ടിയുടെ വലുപ്പമുള്ള മൈക്രോവേവ് വയർലെസ് എടുത്ത് അദ്ദേഹം ചില ബട്ടണുകളിൽ അമർത്തുകയും ഒരു നോബിൽ പിടിച്ച് തിരിക്കുകയും ചെയ്തു. വയർലെസ്സിൽ നിന്നും ഡിവൈഎസ്പിയുടെ ശബ്ദമുയർന്നു. താങ്കൾ എവിടെയാണ്? ഞാൻ ഹോട്ടലിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തെങ്കിലും വിശേഷം? നാളെ രാവിലെ എനിക്ക് ഫ്രാൻസിസ് മുതലാളിയുമായി സംസാരിക്കണം. താങ്കൾ എന്നെ വളരെ രഹസ്യമായി പരിചയപ്പെടുത്തണം. രാവിലെ എപ്പോഴാണ് സൗകര്യം? 7 മണിക്ക്. ഞാൻ 7 മണിക്ക് മുതലാളിയുടെ ബംഗ്ലാവിന്റെ പടിക്കലുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, ഓവർ. വയർലെസ് ഓഫ് ചെയ്തിട്ട് മുണ്ടും ഷർട്ടും ധരിച്ചുകൊണ്ട് അദ്ദേഹം ഡൈനിങ് റൂമിൽ പോയിരുന്ന് അത്താഴം കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങി. രാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹം ഫ്രാൻസിസ് മുതലാളിയുടെ വീട്ടുപടിക്കലെത്തി. അപ്പോൾ ഡിവൈഎസ്പി ചെറിയാന്റെ കാറ് ബംഗ്ലാവിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഡിവൈഎസ്പി നേരത്തെ തന്നെ ബംഗ്ലാവിൽ എത്തിയിരുന്നു. വാച്ചർക്ക് ബംഗ്ലാവിൽ നിന്നും ഇന്റർകോമിൽ കൂടി നിർദ്ദേശം ലഭിച്ചു. വാച്ചർ ഗേറ്റ് തുറന്നു കൊടുത്തിട്ട് ഡോക്ടർ മാത്യൂസിന് സല്യൂട്ട് ചെയ്തു. പൂമുഖത്തേക്ക് കയറി ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഫ്രാൻസിസ് മുതലാളിക്ക് മനസ്സിൽ ഭയം തോന്നിയെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാതെ ഭവ്യതയോടെ എഴുന്നേറ്റ് അഭിവാദനം ചെയ്തു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ മാത്യൂസ് പ്രത്യുത്പാദനം ചെയ്തു. ഇരിക്കൂ. ഫ്രാൻസിസ് മുതലാളി കസേര ചൂണ്ടിക്കാണിച്ചു. ഡോക്ടർ മാത്യൂസ് കസേരയിലിരുന്നു. നിങ്ങൾ വയലിസണിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഉവ്. നിങ്ങളുടെ പേരിലുള്ള കേസ് ഇപ്പോഴും കോടതിയിലില്ലേ? ഉവ്. ഫ്രാൻസിസ് മുതലാളിയുടെ മുഖത്ത് ഭയത്തിന്റെ കരുതലിൽ വീഴുന്നത് ഡോക്ടർ മാത്യൂസ് കണ്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കേസിനെ പറ്റി അന്വേഷിക്കാൻ വന്നതല്ല. എന്നാൽ വയലിസണിനെ പിടികൂടണമെങ്കിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? നിങ്ങൾ ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച വീടും കുറച്ച് എസ്റ്റേറ്റും ഞാൻ വിലയ്ക്ക് വാങ്ങിയതായി പൊതുജനങ്ങൾ അറിയണം. ഞാൻ ആ ബംഗ്ലാവിൽ താമസിക്കും. എന്റെ മകനോടൊന്ന് ചോദിക്കട്ടെ. മകനോട് ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ അവിടെ താമസിച്ചുകൊണ്ട് മാത്രമേ എന്റെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഏതാനും മിനിറ്റ് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഫ്രാൻസിസ് മുതലാളി സമ്മതിച്ചു. അപ്പോൾ ഡോക്ടർ മാത്യൂസ് തുടർന്നു. ഈ രഹസ്യം മറ്റാരും അറിയാൻ പാടില്ല. നിങ്ങളുടെ ഭൃത്യന്മാരോടും ഞാൻ ആ ബംഗ്ലാവും അത് സ്ഥിതി ചെയ്യുന്ന എസ്റ്റേറ്റും വാങ്ങിയതായി അറിയിക്കണം. അല്പസമയം കൂടി അവിടെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ഡിവൈഎസ്പി ചെറിയാനേക്കാൾ നേരത്തെ ഡോക്ടർ മാത്യൂസ് സ്ഥലം വിട്ടു. 2 ദിവസം കഴിഞ്ഞാണ് ആൾതാമസമില്ലാതെ കിടക്കുന്ന ഫ്രാൻസിസ് മുതലാളിയുടെ സ്വകാര്യ ബംഗ്ലാവിൽ താമസിക്കാനെത്തിയത്. അപ്പോഴേക്കും 10 ഏക്കർ എസ്റ്റേറ്റും ഒഴിഞ്ഞുകിടന്ന ബംഗ്ലാവും ഫ്രാൻസിസ് മുതലാളി വിറ്റുകഴിഞ്ഞ വിവരം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. പകൽ മുഴുവൻ ബംഗ്ലാവിൽ വിശ്രമിച്ചിട്ട് സന്ധ്യയോടുകൂടി അദ്ദേഹം ആലുമൂട് ചന്തയിലെത്തി. ചായക്കടയിലും പലചരക്ക് കടയിലും മുറുക്കാൻ കടയിലും എല്ലാം നല്ല തിരക്ക്. ചായക്കടയിൽ കയറി ഒരു ചായക്ക് ഓർഡർ കൊടുത്തിട്ട് അദ്ദേഹം ഒരു ബെഞ്ചിലിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ പുതുമുഖങ്ങളൊന്നും എത്താത്ത ആലുമൂട്ടിൽ ഒരു പുതുമുഖത്തെ കണ്ടപ്പോ ചായക്കടയുടെ ഉടമസ്ഥൻ ചോദിച്ചു, എവിടുന്ന് വരികയാ? ഞാനാണ് ഫ്രാൻസിസ് മുതലാളിയുടെ 10 ഏക്കർ എസ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നത്. അയ്യോ, എന്നിട്ടാണോ സാറ് ബെഞ്ചിലിരിക്കുന്നത്? ഇതാ ഈ കസേരയിലിരിക്കെ. മാനേജർ കസേരയിൽ നിന്നും എഴുന്നേറ്റ് കൊടുത്തു. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. സാർ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അതെ. എന്താ? ഓ, ഒന്നുമില്ല. എന്തോ കാര്യമുണ്ട്. എന്താണെന്ന് പറയൂ. ആ ബംഗ്ലാവിൽ താമസിക്കാൻ കൊള്ളുകയില്ല. അതെന്താ? അത് ഫ്രാൻസിസ് മുതലാളിയുടെ പ്രൈവറ്റ് കാര്യാലയമായിരുന്നു. അതുകൊണ്ട് എന്താണ് കുഴപ്പം? ഞാൻ പറയുന്നത് ശരിയല്ല. സാറ് പിന്നീട് അറിഞ്ഞുകൊള്ളും. എസ്റ്റേറ്റും ബംഗ്ലാവും വാങ്ങുന്നതിന് മുമ്പ് നാട്ടിലൊന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. നിങ്ങൾ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തിയിട്ട് ഒന്നു മാറുന്നത് ശരിയല്ല. എന്താണെങ്കിലും പറയൂ. എനിക്കവിടെ താമസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഭൂതലിംഗത്തെ വയലിസൺ കുത്തിക്കൊന്നത് ആ ബംഗ്ലാവിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു. പിന്നെ പറഞ്ഞോളൂ. ഡോക്ടർ മാത്യൂസ് അയാളെ പ്രോത്സാഹിപ്പിച്ചു. അല്പം തിരക്കൊഴട്ടെ, പറയാം. ഡോക്ടർ മാത്യൂസ് അക്ഷമയോടെ കാത്തിരുന്നു. ഇതിനിടെ പലരും അദ്ദേഹവുമായി പരിചയപ്പെട്ടു. അജ്ഞാതനായ വയലിസണ്ണും പരിചയപ്പെട്ട കൂട്ടത്തിലുണ്ടായിരുന്നു. കടയിലെ തിരക്കൊഴിഞ്ഞപ്പോഴേക്കും 9 മണിയായി കഴിഞ്ഞു. കടയുടെ ഉടമസ്ഥൻ ഡോക്ടർ മാത്യൂസിന്റെ അടുത്ത് ചെന്നിരുത്തിട്ട് പറഞ്ഞു, സാറിനോട് ഞാൻ ഒന്നും പറയേണ്ടായിരുന്നു.
അതെന്താ? എനിക്ക് അങ്ങനെ തോന്നുന്നു. അതിരിക്കട്ടെ, ഇവിടെ നിന്ന് കഴിക്കാൻ വല്ലതും കിട്ടുമോ? പൊറോട്ടയും മുട്ടക്കറിയും ഉണ്ട്. നാളെ മുതൽ ഊണ് തയ്യാറാക്കി തരട്ടെ? ശരി, ഇപ്പൊ കഴിക്കാൻ എന്തെങ്കിലും? വേണ്ട, ആദ്യം നിങ്ങൾ പറയാമെന്ന് ഏറ്റിരുന്ന കാര്യം കേൾക്കട്ടെ. ഏതാനും നിമിഷ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ചായക്കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു, 6 പെൺകുട്ടികളെ ഫ്രാൻസിസ് മുതലാളി തന്റെ സ്വകാര്യ ബംഗ്ലാവിൽ വെച്ചിട്ട് കൊന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്ത്? അതെ സർ. അയാൾ ഭ്രാന്തനാണോ? ഒരുതരം ഭ്രാന്ത് തന്നെ. അവസാനമായി അയാൾക്ക് കിട്ടിയ ഇര മുട്ടക്കച്ചവടക്കാരൻ വർക്കിച്ചാറ്റിന്റെ മകളായിരുന്നു. എന്നിട്ട് അവളെയും കൊന്നുവോ? ഇല്ല, അവളെയും അയാൾ കൊല്ലുമായിരുന്നു. എന്നാൽ വൈൽഡ്സൺ അവളെ രക്ഷിച്ചു. വൈൽഡ്സണ്ണോ? അജ്ഞത മരിച്ചുകൊണ്ട് ഡോക്ടർ മാത്യൂസ് ചോദിച്ചു. അതെ, വൈൽഡ്സൺ ഇല്ലായിരുന്നുവെങ്കിൽ അവളെയും ആവശ്യം കഴിഞ്ഞ് അയാൾ കഴുത്തി ഞെരിച്ച് കൊല്ലുമായിരുന്നു. ആരാണ് ഈ വൈൽഡ്സൺ? ആർക്കും അറിഞ്ഞുകൂടാ. പുരാണത്തിൽ പറയുന്നത് മഹാവിഷ്ണു കൽക്കിയുടെ അവതാരം എടുക്കുകയാണ്. തിന്മയെ തിന്മ കൊണ്ടായിരിക്കും കൽക്കി നേരിടുക. ഡോക്ടർ മാത്യൂസ് ഏതാനും മിനിറ്റുകൾ നിശബ്ദനായി ഇരുന്നിട്ട് ചോദിച്ചു. ആ പെൺകുട്ടികളെയെല്ലാം ഫ്രാൻസിസ് മുതലാളി എങ്ങനെയാണ് തട്ടിയെടുത്തത്? എത്ര കിങ്കരമായി വേണമെങ്കിലും അയാൾക്കുണ്ട്. അതിലൊന്നാമനായിരുന്നു ഭൂതലിംഗം. അവനെ വൈൽഡ്സൺ കുത്തിക്കൊന്നു. ഇനിയും 2-3 പേർ കൂടി ഉണ്ട്. അവൻ ആരൊക്കെയാണ്? ഇനിയത്തെ പ്രധാനി ചുടലസ്വാമിയാണ്. അയാൾ എന്തു ചെയ്യുന്നു? വെറുതെ എസ്റ്റേറ്റിലെ കാര്യസ്ഥനായി വിലസി നടക്കുന്നു. പണിയൊന്നുമില്ല. മുതലാളിക്ക് വേണ്ടി പെണ്ണുപിടുത്തമാണ് ജോലി. ഏതായാലും ഇത്രയും വിവരങ്ങൾ പറഞ്ഞതിൽ നന്ദിയുണ്ട്. സാറ് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുമോ? ഉറങ്ങാതെ എന്തു ചെയ്യും? ഈ വിവരങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബംഗ്ലാവും എസ്റ്റേറ്റും വാങ്ങുകയില്ലായിരുന്നു. ആരെങ്കിലും കൂടെ താമസിപ്പിക്കുന്നത് കൂടുതൽ അപകടമാണ്. എന്തെങ്കിലും ആയുധം കരുതിക്കൊള്ളണം. ഞാൻ നല്ലൊരു നായാട്ടുകാരനാണ്. റിവോൾവറും ഇരട്ടക്കൊയ തോക്കും കൈവശമുണ്ട്. ഡോക്ടർ മാത്യൂസ് അവിടെ നിന്നും പൊറോട്ടയും മുട്ടക്കറിയും വയറ് നിറച്ച് കഴിച്ചു. നാളെ രാവിലെ കാണാമെന്നും പറഞ്ഞ് അദ്ദേഹം ടോർച്ച് തെളിച്ചുകൊണ്ട് ടാറിട്ട റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡിലേക്ക് കയറി ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു. ഫ്രാൻസിസ് മുതലാളിയുടെ ബംഗ്ലാവിന്റെ മുമ്പിൽ എത്തിയപ്പോൾ വെറുതെ അകത്തേക്ക് നോക്കി. വാച്ചർ തലയുയർത്തി നോക്കിയിട്ട് ക്യാബിനുള്ളിൽ പുതച്ചു മൂടിയിരുന്നു. മഞ്ഞ് പെയ്യുന്നത് കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് നടന്ന് അദ്ദേഹം തന്റെ ബംഗ്ലാവിന്റെ സിറ്റൗട്ടിൽ കയറി നിശബ്ദമായി ഏതാനും നിമിഷങ്ങൾ ചെവിയോർത്ത് നിന്നിട്ട് വാതിൽ സാവധാനം തുറന്ന് അകത്ത് കയറി. ഡ്രസ്സ് മാറിയിട്ട് ഫോമേറ്റയിൽ മലർന്നു കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചായക്കടക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ ഓടിയെത്തി. ഫ്രാൻസിസ് മുതലാളി 5-6 പെൺകുട്ടികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഏക യുവതി മൊട്ടക്കച്ചവടക്കാരൻ വർക്കിയുടെ മകൾ മാത്രം. യഥാർത്ഥത്തിൽ വൈൽഡ്സണിന്റെ ഉദയത്തിന് കാരണക്കാരൻ മുതലാളി തന്നെ. വൈൽഡ്സണിനെ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ ഫ്രാൻസിസ് മുതലാളി നടത്തിയ ഹീനമായ കൊലപാതകങ്ങളുടെ ചുരുളുകൾ അഴിക്കുകയും വേണം. ഒരുപക്ഷെ വൈൽഡ്സൺ കിരാതമായി കൊല ചെയ്യപ്പെട്ട ഏതെങ്കിലും യുവതിയുടെ സഹോദരനോ കാമുകനോ അടുത്ത ബന്ധുവോ ആയിരിക്കും. അവൻ ആരായാലും ഫ്രാൻസിസ് മുതലാളിയുടെ അനീതി കണ്ട് പൊറുതിമുട്ടിയവൻ തന്നെ. നേരിട്ട് മുതലാളിയെ കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്നത് കൊണ്ടായിരിക്കും വളഞ്ഞ വഴികൾ സ്വീകരിച്ചത്. എന്നിട്ട് വൈൽഡ്സൺ എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മുതലാളിയെ കൊലപ്പെടുത്താതിരുന്നതെന്നുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ അവശേഷിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹം ഫ്രാൻസിസ് മുതലാളിയുടെ അനുവാദത്തോടെ അദ്ദേഹത്തിന്റെ തൊഴിലാളികളെ പരിചയപ്പെടുകയും എസ്റ്റേറ്റ് ഓഫീസ് സന്ദർശിക്കുകയും തൊഴിലാളികൾ താമസിക്കുന്ന ലയം കാണുകയും ചെയ്തു. ഓഫീസിൽ ചുറ്റിപ്പറ്റി നിന്ന ചുടലസ്വാമിയെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. കരിവീട്ടിയിൽ കടഞ്ഞെടുത്തതുപോലെയുള്ള ഒരു ഉരുക്കു മനുഷ്യൻ. 35 വയസ്സിൽ കൂടുതൽ അയാൾക്ക് പ്രായമുണ്ടായിരുന്നില്ല. ചുടലസ്വാമി താമസിക്കുന്നത് ഓഫീസിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിൽ തന്നെയായിരുന്നു. ഫോർമാൻ തസ്തികയിലുള്ള ശമ്പളമാണ് അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചുടലസ്വാമിയുമായി ഡോക്ടർ മാത്യൂസ് അല്പസമയം കുശലം പറഞ്ഞു. എസ്റ്റേറ്റ് വാങ്ങിയ ആൾ എന്ന നിലയ്ക്കാണ് ഡോക്ടർ മാത്യൂസ് ചുടലസ്വാമിയോട് സംസാരിച്ചതെങ്കിലും ഫ്രാൻസിസ് മുതലാളി വളരെ രഹസ്യമായി സത്യാവസ്ഥ എന്താണെന്ന് ചുടലസ്വാമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈൽഡ്സണിനെ അന്വേഷിക്കാനെത്തിയ ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥനിൽ നിന്നും സംശയകരമായ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തെ നിശബ്ദനാക്കുവാനായിരുന്നു ചുടലസ്വാമിക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം. ചുടലസ്വാമിയുമായി ഡോക്ടർ മാത്യൂസ് കൂടുതൽ സമയം സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹം ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ചുടലസ്വാമി ഫ്രാൻസിസ് മുതലാളിയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. എന്താ സ്വാമി? മുതലാളി ധൃതിയിൽ ചോദിച്ചു.
അയാൾ വൈൽഡ് സണ്ണിനെ മാത്രം അന്വേഷിച്ചിറങ്ങിയതല്ല. എങ്ങനെ മനസ്സിലായി? അയാൾ യാതൊരു കാരണവുമില്ലാതെ എന്നോട് വളരെ സമയം സംസാരിച്ചു. എന്നെപ്പറ്റി എന്തെങ്കിലും സൂചന അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. സംസാരം മധ്യേ ഭൂതലിംഗത്തിന്റെ മരണത്തെ പറ്റിയും അയാൾ ചോദിച്ചു. എങ്കിൽ സൂക്ഷിക്കണം. വെളുക്കാൻ തേച്ചത് പാണ്ടാകരുത്. വൈൽഡ് സണ്ണിനെ പിടികൂടാൻ വന്നവൻ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ ഇടയാകരുത്. അങ്ങനെ സംഭവിച്ചാൽ എനിക്കും നിനക്കും ഇരുമ്പഴിയായിരിക്കും ലഭിക്കുന്നത്. അയാളെ വേണമെങ്കിൽ ഇന്ന് തന്നെ തട്ടിക്കളയാം. വരട്ടെ, അയാൾ എന്ത് ചെയ്യുന്നുവെന്ന് ആദ്യം നമുക്ക് നിരീക്ഷിക്കാം. നമുക്ക് ഭീഷണിയില്ലെങ്കിൽ വൈൽഡ് സണ്ണിനെ പിടികൊള്ളേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും വൈൽഡ് സണ്ണിന്റെ ഭീഷണി നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാട് മുഴുവൻ അവന്റെ ഭീഷണിയിൽ അമർന്നു കിടക്കുകയാണല്ലോ. ഇനി വല്ല പെൺകുട്ടികളെയും കിട്ടുകയാണെങ്കിൽ എവിടെയാണ് താമസിപ്പിക്കുന്നത്? നീ താമസിക്കുന്ന കെട്ടിടം ധാരാളം മതിയാകും. ഏതായാലും കുറച്ചു ദിവസത്തേക്ക് വേണ്ട. എങ്കിലും എന്റെ മനസ്സിൽ ഒരു ദുഃഖം ബാക്കി നിൽപ്പുണ്ട്. എന്താണ് മുതലാളി? ഷൈബിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് സംതൃപ്തി ലഭിച്ചിട്ടില്ല. തന്നെയുമല്ല, അവൾ കാരണം ഞാൻ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. നാണക്കേടുണ്ടായി. അതുകൊണ്ട് ഒരീച്ച പോലും അറിയാതെ അവളെ തട്ടിയെടുക്കണം. ഡിറ്റക്റ്റീവിന് സംശയം തോന്നുകയില്ലേ? സംശയത്തിനിട വരുത്തരുത്. എന്റെ മനസ്സ് ഇപ്പോഴും അവളുടെ പിന്നാലെ അലയുകയാണ്. സാരമില്ല, അവളെ ഞാൻ കൊണ്ടുവരാം. അവളെ തട്ടിയെടുക്കണ്ട. ഒരു മൂന്നാമ വഴി അവളും ഓഫീസിൽ പണി ചെയ്യുന്ന ജോർജും പ്രേമബദ്ധരാണെന്ന് പ്രചരിപ്പിക്കണം. ഒടുവിൽ ഒടുവിൽ ഷൈബി അപ്രത്യക്ഷയാവുന്ന ദിവസം ജോർജും അപ്രത്യക്ഷനാകാം. നല്ല ഐഡിയ. 2 ദിവസം കഴിഞ്ഞപ്പോ ഷൈബിയും ജോർജും പ്രേമബന്ധനാണെന്നുള്ള വാർത്ത ആലുമൂട്ടിൽ പരന്നു. ആ വാർത്ത കേട്ട വർക്കിച്ചേട്ടന് നടുക്കം തോന്നിയില്ല. സന്തോഷമാണ് ഉണ്ടായത്. അവളെ ആരും വിവാഹം കഴിക്കുകയില്ലെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു അയാൾ. വർക്കിച്ചേട്ടൻ വിവാഹാലോചനയുമായി ജോർജിന്റെ വീട്ടിൽ പാഞ്ഞെത്തി. ആദ്യം ജോർജ് എതിർത്തുവെങ്കിലും 2 ദിവസം കഴിഞ്ഞ് താനും ഷൈമിയും തമ്മിൽ സ്നേഹമാണെന്ന് അവൻ വർക്കിച്ചേട്ടനെ അറിയിച്ചു. വിവരം അറിഞ്ഞപ്പോ ഷൈബിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. താൻ വീണ്ടും ഒരു ക്രൂര വിനോദത്തിന് ഇരയാകാൻ പോവുകയാണെന്ന് പാവം ഷൈബിക്ക് അപ്പോഴും അറിഞ്ഞുകൂടായിരുന്നു. ഏതാനും നാണയത്തുട്ടുകൾക്ക് വേണ്ടി താൻ സ്വയം ബലിയാടാകാൻ പോവുകയാണെന്ന് ജോർജ് അറിഞ്ഞിരുന്നില്ല. ഫ്രാൻസിസ് മുതലാളി തന്റെ ക്യാബിനിലേക്ക് ജോർജിനെ വിളിപ്പിച്ചു. പതിവിന് വിപരീതമായി എതിർവശത്ത് കിടന്ന കസേരയിൽ അവനോട് ഇരിക്കാൻ പറഞ്ഞു. ജോർജ് ഭവ്യതയോടെ ഇരുന്നു. അപ്പോൾ മുഖത്ത് കൃത്രിമ പുഞ്ചിരി വരുത്തിക്കൊണ്ട് ഫ്രാൻസിസ് മുതലാളി പറഞ്ഞു, ജോർജിനെ ഞാൻ വിളിച്ചതേ ഒരു പ്രത്യേക കാര്യം പറയാനാണ്. എന്താണ് സർ? മുഖവരൊന്നും കൂടാതെ തന്നെ കാര്യം പറയാം. നിങ്ങൾ ഷൈബിയെ വിവാഹം കഴിക്കണം. പെട്ടെന്ന് ജോർജ് നടുങ്ങിപ്പോയി. നിങ്ങൾ അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെന്നല്ല, അവളെ ഇനിയും ആരും വിവാഹം കഴിക്കാൻ തയ്യാറാവുകയില്ല. എന്നാ ഞാൻ അവളെ കളങ്കപ്പെടുത്തിയിട്ടില്ല. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അവളെ പീഡിപ്പിച്ചു. ലൈംഗികമായി അവളെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോ എനിക്ക് അതിൽ പശ്ചാത്താപമുണ്ട്. അതുകൊണ്ടാണ് ജോർജിനോട് ഞാൻ അപേക്ഷിക്കുന്നത്. സർ, നിസ്സഹായതയോടെ ജോർജ് വീണ്ടും ഫ്രാൻസിസ് മുതലാളിയെ വിളിച്ചു. എനിക്കറിയാം, അവൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ. നിങ്ങൾ അവളെ വിവാഹം കഴിക്കുന്ന പക്ഷം 1 ലക്ഷം രൂപയും നല്ലൊരു വീടും എന്റെ സംഭാവനയായി തരാം. ഏതാനും മിനിറ്റ് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ജോർജ് സമ്മതിച്ചു. 1 ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞാൽ ഷൈബിയെയും കൊണ്ട് മറ്റേതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാമെന്നാണ് അവൻ കണക്ക് കൂട്ടിയത്. അവൻ സമ്മതിച്ച ഉടനെ തന്നെ തന്റെ അടവ് വിജയിച്ചതിൽ ഫ്രാൻസിസ് മുതലാളിക്ക് സന്തോഷം തോന്നി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് തന്നെ അവളുടെ അപ്പന് വാക്കു കൊടുക്കണം. ജോർജ് സമ്മതിച്ചു. ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എയർ കണ്ടീഷൻ തണുപ്പിച്ച ശരീരത്തിനുള്ളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന കുളിർമ അനുഭവപ്പെട്ടു. 1 ലക്ഷം രൂപ ജീവിതകാലം മുഴുവൻ പണി ചെയ്താൽ സമ്പാദിക്കാൻ കഴിയുകയില്ല. ഷൈബിയെ ഫ്രാൻസിസ് മുതലാളി അപമാനിച്ചത് താൻ അറിയുന്നില്ലെങ്കിലോ? വിവാഹത്തിന് മുമ്പ് അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു? വിവാഹത്തിന് ശേഷമുള്ള ജീവിതമാണ് ക്രമീകരിക്കേണ്ടത്. സ്വന്തം സീറ്റിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ സഹപ്രവർത്തകർ അവനെ ജിജ്ഞാസയോടെ നോക്കിയെങ്കിലും ചുടലസ്വാമിയുടെ സാന്നിധ്യത്തിൽ ഒന്നും ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. അല്പസമയം കഴിഞ്ഞ് ഫ്രാൻസിസ് മുതലാളി ക്യാബിനിൽ നിന്ന് ഇറങ്ങി. അയാൾ കാലിൽ കയറി ഇരുന്നിട്ട് ചുടലസ്വാമിയെ വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു വിളിച്ചു. ചുടലസ്വാമി കാറിനടുത്തെത്തി. എന്താ മുതലാളി? നീയും കാറിൽ കയറൂ. ചുടലസ്വാമി മുൻ സീറ്റിൽ ഡ്രൈവറോടൊപ്പം കയറി. കാറ് ബംഗ്ലാവിലേക്ക് വിടൂ, ഫ്രാൻസിസ് മുതലാളി ഡ്രൈവറോട് പറഞ്ഞു. ബംഗ്ലാവിന്റെ മുറ്റത്ത് കാർ എത്തിയപ്പോൾ ചുടലസ്വാമിയെയും വിളിച്ചുകൊണ്ട് സ്വകാര്യ മുറിയിലേക്ക് കയറി. അവൻ എന്തു പറഞ്ഞു? കഥ അടച്ചുകൊണ്ട് ചുടലസ്വാമി ചോദിച്ചു.
പണം കൊടുക്കാമെന്ന് പറഞ്ഞ അവന്റെ അപ്പ സമ്മതിക്കും, പിന്നാണോ അവൻ? പരിഹാസ്യമായി പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മുതലാളി കസേരയിൽ ഇരുന്നിട്ട് തുടർന്നു. ഷൈബിയെ കാണാതായാൽ വൈൽഡ് സണ്ണും ഡിറ്റക്റ്റീവും ഒരുപോലെ സജീവമായി തീരും. അവർ രംഗത്തിറങ്ങാതിരിക്കണമെങ്കിൽ ഷൈബി അപ്രത്യക്ഷമാകുന്ന ദിവസം തന്നെ ജോർജ് അപ്രത്യക്ഷനാകണം. പിന്നീട് അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ചുഴലസ്വാമി സമ്മതിച്ചു. തന്റെ പിൻഗാമിയായ ഭൂതലിംഗം ഫ്രാൻസിസ് മുതലാളിക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന സേവനങ്ങൾ തുടർന്ന് നിർവിഘ്നം നൽകാൻ അവൻ സന്നദ്ധനായിരുന്നു. 4-5 ദിവസങ്ങൾ കൂടി കൊഴിഞ്ഞു വീണു. ഡിറ്റക്റ്റീവ് ഡോക്ടർ മാത്യൂസ് അപ്പോഴേക്കും ആലുമൂട്ടിൽ എല്ലാവർക്കും സുപരിചിതനായിരുന്നു. തൊഴിലാളി മുതലാളി വർഗഭേദമന്യേ എല്ലാ ജനങ്ങളോടും അദ്ദേഹം ഇഴുകിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വൈൽഡ് സണ്ണിനെ പറ്റി യാതൊരു സൂചനയും അദ്ദേഹത്തിന് ലഭിച്ചില്ല. രാത്രിയിൽ ഏകനായി ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് അദ്ദേഹം വൈൽഡ് സണ്ണിനെ കെണിയിൽ വീഴ്ത്താനുള്ള പദ്ധതികളെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആലോചനയിൽ മുഴുകിക്കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്മൃതിപഥത്തിൽ പെട്ടെന്ന് ഒരു ഐഡിയ ഉദിച്ചത്. താൻ നല്ലൊരു നായാട്ടുകാരനാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥിതിക്ക് നല്ലൊരു സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഷൂട്ടിംഗ് മത്സരം നടത്താം. നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം പങ്കെടുക്കും. നന്നായി വെടിവെക്കുന്നവരെ വളരെ രഹസ്യമായി ഫോളോ ചെയ്താൽ ഒരുപക്ഷെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ കഴിയുമായിരിക്കും. ആലോചിക്കുന്തോറും തന്റെ പദ്ധതി വിജയിക്കുമെന്ന് തന്നെ അദ്ദേഹത്തിന് തോന്നി. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ചായക്കടയിലിരുന്നു. തന്റെ അഭിപ്രായം പറഞ്ഞു. ജയിക്കുന്നവർക്ക് 1100 രൂപയായിരുന്നു സമ്മാനത്തുക. സാറിന് നാട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ നല്ലൊരു പരിപാടിയാണ്, ചായക്കടയുടെ ഉടമസ്ഥൻ അഭിപ്രായപ്പെട്ടു. എയർഗൺ കൊണ്ടാണോ ഷൂട്ടിംഗ് നടത്തുന്നത്? ഒരു ചെറുപ്പക്കാരൻ ആകാംക്ഷയോടെ ചോദിച്ചു. ആദ്യം എയർഗൺ. ആഹാ, അപ്പോ എത്ര കടമ്പ് കടക്കണം? എയർഗണ്ണിൽ ജയിച്ച ഇരട്ടക്കുഴൽ തോക്ക്, അത് കഴിഞ്ഞ് റിവോൾവർ. എയർഗണ്ണിൽ പലരും ജയിക്കും. അതെന്താ? പലരുടെയും വീട്ടിൽ എയർഗൺ ഉണ്ട്. എപ്പോഴാണ് സാറേ മത്സരം? നാളെ 4 മണിക്ക് സ്വന്തം മൈതാനിയിൽ. എല്ലാവരും സഹകരിക്കണം. ജയിക്കുന്ന ആളിനെ ഞാൻ നായാട്ടിന് പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും. മാത്യു സാറിന്റെ ഷൂട്ടിംഗ് മത്സരത്തെ പറ്റിയുള്ള പ്രഖ്യാപനം വളരെ വേഗം എല്ലാവരും അറിഞ്ഞു. പിറ്റേ ദിവസം 4 മണിയായപ്പോൾ ആലുമൂട് ചന്ത മൈതാനിയുടെ കിഴക്ക് വശത്തുള്ള ചെങ്കൽ ഭിത്തിയിൽ ഡോക്ടർ മാത്യൂസ് ടാർഗറ്റ് ഫിറ്റ് ചെയ്തു. വെടിവെക്കാനുള്ള ദൂരം ടേപ്പ് കൊണ്ട് അളന്ന് കുമ്മായം കൊണ്ട് വരയിട്ടു. ചായക്കടയിൽ നിന്നും ഒരു ഡെസ്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിൽ എയർഗണ്ണും ഇരട്ടക്കുഴൽ തോക്കും റിവോൾവറും 1100 രൂപയും വെച്ചു. പ്രായഭേദമന്യേ ആലുമൂട്ടുകാരും പരിസര നിവാസികളും ചന്ത മൈതാനിയിൽ തടിച്ചുകൂടി. ഓരോരുത്തരായി എയർഗൺ എടുത്ത് പരീക്ഷണം ആരംഭിച്ചു. എയർഗണ്ണിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചവർ ഇരട്ടക്കുഴൽ തോക്കുകൊണ്ട് പയറ്റി. അതിൽ ജയിച്ചവർ റിവോൾവറിന്റെ പരീക്ഷണത്തിലേക്ക് കടന്നു. എന്നാൽ റിവോൾവർ കൊണ്ട് നിർദ്ദിഷ്ട സ്ഥാനത്ത് വെടിവെക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇനി ആരെങ്കിലും തങ്ങളുടെ ഉന്നം പരിശോധിക്കാനുണ്ടോ എന്ന് ഡോക്ടർ മാത്യൂസ് ഉറക്കെ വിളിച്ചു ചോദിച്ചെങ്കിലും ഇരട്ടക്കുഴൽ തോക്കുകൊണ്ട് നിർദ്ദിഷ്ട സ്ഥാനത്ത് വെടിവെച്ച 5 ചെറുപ്പക്കാർക്കായി 1100 രൂപ അദ്ദേഹം പങ്കിട്ടു കൊടുത്തു. വൈകിട്ട് പതിവ് ചായക്കടയിൽ നിന്നും ആഹാരം കഴിച്ചിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. ഡോക്ടർ മാത്യൂസ് നടത്തിയ ഷൂട്ടിംഗ് മത്സരത്തിൽ സമ്മാനം പങ്കിട്ടെടുത്തവരുടെ പേരുവിവരം ചുഴലസ്വാമി രഹസ്യമായി ഫ്രാൻസിസ് മുതലാളിയെ ധരിപ്പിച്ചു. അവരിൽ വൈൽഡ് സണ്ണായി അവതരിക്കാൻ ശേഷിയുള്ളവർ ആരായിരിക്കുമെന്ന് ചുഴലസ്വാമിയും ഫ്രാൻസിസ് മുതലാളിയും ആലോചിച്ചു നോക്കി. ജയിച്ചവരിൽ ഒരാൾ ഷൈബിയുടെ മാതൃ സഹോദരന്റെ പുത്രൻ തോമസ് ആയിരുന്നു. 30 വയസ്സ് പ്രായമുള്ള അവിവാഹിതനായ തോമസ് ആലുമൂട്ടുകാരനല്ല. അവൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. തോമസ് ഇത്ര ഹീനമായ രീതിയിൽ കൊലപാതകങ്ങൾ നടത്തുമോ? അതിനുള്ള മനക്കരുത്ത് അവനുണ്ടായിരിക്കുമോ? ഏതായാലും തോമസിനെ വളരെ രഹസ്യമായി ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഫ്രാൻസിസ് മുതലാളി ചുഴലസ്വാമിക്ക് നിർദ്ദേശം കൊടുത്തു. അന്ന് രാത്രിയിൽ തന്നെ തോമസിനെ നിരീക്ഷിക്കാനായി ചുഴലസ്വാമി പുറപ്പെട്ടു. ഡോക്ടർ മാത്യൂസും രാത്രിയിൽ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നില്ല. കേസന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി അദ്ദേഹം പാതിരാത്രിയിൽ വൈൽഡ് സണ്ണിനെ തേടിയിറങ്ങി. അർദ്ധരാത്രിയോട് അടുത്ത സമയത്ത് ചുഴലസ്വാമി തോമസിന്റെ വീട്ടുപടിക്കൽ എത്തിച്ചേർന്നു. അല്പസമയം മുറ്റത്തു നിന്നതിനു ശേഷം അവൻ ശബ്ദത്തിന് വ്യത്യാസം വരുത്തി വിളിച്ചു. തോമസേ. ആരാ? കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ തോമസ് വിളിച്ചു ചോദിച്ചു. ഞാനാണ്, മാത്യു സാറിന്റെ അറിവിപ്പുകാരൻ. എന്താ? എഴുന്നേറ്റ് ചെന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നുകൊണ്ട് തോമസ് ചോദിച്ചു. ചുടലസ്വാമി മറുപടി പറഞ്ഞത് അവന്റെ ഉരുക്കുമുഷ്ടി കൊണ്ടായിരുന്നു. മിന്നൽ വേഗത്തിൽ അവൻ തോമസിന്റെ മൂക്കിൽ ശക്തിയായ ഒരു ഇടി കൊടുത്തിട്ട് വലിച്ചു മുറ്റത്തേക്കിട്ടു. അയ്യോ!
തോമസ് നിലവിളിച്ചു. ശബ്ദം കേട്ടുകൊണ്ട് തോമസിന്റെ അച്ഛനും അമ്മയും അനുജനും എഴുന്നേറ്റു. മുറ്റത്തെ ഭയാനകമായ രംഗം കണ്ട് അവർ നടുങ്ങിപ്പോയി. തോമസിന്റെ മൂക്കിൽ കൂടി രക്തമൊളിച്ച് മുറ്റത്ത് മലർന്നു കിടക്കുന്നു. നിങ്ങൾ? വിറയ്ക്കുന്ന ശബ്ദത്തിൽ തോമസിന്റെ അച്ഛൻ ചോദിച്ചു. ശബ്ദിച്ചു പോകരുത്. മകനെ കയറൂരി വിട്ടപ്പോ ഓർക്കണമായിരുന്നു. എന്റെ ജ്യേഷ്ഠൻ എന്ത് തെറ്റ് ചെയ്തു? തോമസിന്റെ അനുജൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ചോദിച്ചു. നിനക്ക് അറിഞ്ഞുകൂടാ അല്ലേടാ? ചുഴലസ്വാമി അവന്റെ കർണത്തൊരടി കൊടുത്തുകൊണ്ട് തുടർന്നു. വൈൽഡ് ഇപ്പൊ അസ്തമിക്കാൻ പോവുകയാണ്. ഇനി ഇവൻ ആരെയും ഉപദ്രവിക്കുകയില്ല. വൈൽഡ് സണ്ണോ? അതേടാ, ഇവൻ പൊതുജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച പണം മുഴുവൻ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അയ്യോ, എന്റെ ജ്യേഷ്ഠൻ പാവമാണ്. മിണ്ടിപ്പോകരുത്, ചുഴലസ്വാമി താക്കീത് ചെയ്തു. എന്റെ മകൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. തോമസിന്റെ അച്ഛനും അമ്മയും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. ആര് പറഞ്ഞു? ഷൈബിയെ ഫ്രാൻസിസ് മുതലാളിയിൽ നിന്ന് മോചിപ്പിച്ചത് ഇവനാണ്. ഭൂതലിംഗത്തെ കുത്തിക്കൊന്നിട്ട് കൊലയാളിയായി തീർന്ന ഇവൻ പിന്നീട് നടത്തിയത് എന്തൊക്കെയാണ്? എന്റെ പൊന്നു സാറേ, എന്റെ മകനല്ല. എടോ കിഴവാ, ഇനി ശബ്ദിച്ച വൈൽഡ് സണ്ണിനേക്ക് മുമ്പ് അസ്തമിക്കുന്നത് താനായിരിക്കും. ഇവനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. എഴുന്നേക്കടാ. റിവോൾവർ ചലിപ്പിച്ചുകൊണ്ട് ചുടലസ്വാമി ആജ്ഞാപിച്ചു. എന്നെ ഉപദ്രവിക്കരുത്. തോമസ് കേണു. എഴുന്നേക്കാനാണ് പറഞ്ഞത്. ചുടലസ്വാമി കാലുകൊണ്ട് ഒരടി കൊടുത്തിട്ട് വീണ്ടും ആജ്ഞാപിച്ചു. കിടന്നുകൊണ്ട് തന്നെ തോമസ് തന്റെ മാതാപിതാക്കളെയും നിർജീവമായി നിൽക്കുന്ന അനുജനെയും നോക്കി. സാറേ, എന്റെ ജ്യേഷ്ഠൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് ഇനിയും മതിയായില്ലടാ? ചുടലസ്വാമി അവനെ പിടിച്ചു തള്ളിക്കൊണ്ട് ചോദിച്ചു. തോമസ് സാവധാനം എഴുന്നേറ്റു. നടക്ക്. മുൻപോട്ട് പിടിച്ചു തള്ളിക്കൊണ്ട് ചുടലസ്വാമി ആജ്ഞാപിച്ചു. പെട്ടെന്ന് ഇരുളിൽ നിന്നും ഒരാൾ പാഞ്ഞു വന്ന് ചുടലസ്വാമിയുടെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് മേൽപോട്ട് ഉയർത്തി വട്ടം ചുറ്റി എറിഞ്ഞു. ചുടലസ്വാമി മുറ്റത്ത് മലർന്നടിച്ചു വീണു. തോമസും കുടുംബാംഗങ്ങളും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോ ഇരുളിൽ നിന്നും പാഞ്ഞെത്തിയ മനുഷ്യൻ റിവോൾവർ ചുടലസ്വാമിയുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ചുടലസ്വാമിയുടെ പിൻകഴുത്തിൽ അമർത്തിപ്പിടിച്ച് കാഞ്ചി വലിച്ചു. അടുത്ത നിമിഷം ചുടലസ്വാമി മുറ്റത്തേക്ക് കമിഴ്ന്ന് വീണ് കിടന്ന് പിടച്ചു. വെടിശബ്ദം കേട്ടുകൊണ്ട് വെളുപ്പിനെ ടാപ്പിങ്ങിനായി എഴുന്നേറ്റ ടാപ്പിംഗ് തൊഴിലാളികൾ നടുങ്ങി. അവർ ടോർച്ചുകളുമായി പുറത്തേക്ക് ഇറങ്ങി. ചുടലസ്വാമിയുടെ വീട്ടുമുറ്റത്തെത്തി അവർ റിവോൾവറുമായി നിൽക്കുന്ന അജ്ഞാത മനുഷ്യനെ കണ്ട് നടുങ്ങി. മാത്യൂസ് മുതലാളി, ഫ്രാൻസിസ് മുതലാളിയിൽ നിന്നും 10 ഏക്കർ റബ്ബർ തോട്ടവും ബംഗ്ലാവും വാങ്ങി താമസിക്കുന്നയാൾ. അദ്ദേഹം എന്തിനാണ് ചുടലസ്വാമിയെ വെടിവെച്ചു കൊന്നത്? തൊഴിലാളികൾ മുഖത്തോട് മുഖം നോക്കി. പകച്ചു നിൽക്കുന്ന അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. ആരാണ് ഇയാളെ വെടിവെച്ചു വീഴ്ത്തിയത്? അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോൾ അവർ അമ്പരന്നുപോയി. ചുടലസ്വാമിയെ വെടിവെച്ച് കൊന്നിട്ട് തടി തപ്പാനായി പുതിയ മുതലാളി വേഷമിറക്കുന്നു. പലർക്കും ചുടലസ്വാമിയോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ളതിനാൽ ചുടലയെ കൊന്നത് തൊഴിലാളികളാണെന്ന് ഫ്രാൻസിസ് മുതലാളി വിശ്വസിക്കുകയും ചെയ്തു. ടാപ്പിംഗ് തൊഴിലാളികളുടെ നേതാവ് അല്പം മുമ്പോട്ട് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. സാറെന്തിനാ ഇവിടെ വന്നത്? ഞാൻ വന്നത് കൊണ്ടാണല്ലോ ഈ രംഗം കാണാൻ കഴിഞ്ഞത്. ഈ രംഗം കാണാൻ കഴിഞ്ഞത് ഞങ്ങൾക്കാണ്. വെടിശബ്ദം കേട്ടുകൊണ്ട് ഓടിയെത്തി ഞങ്ങളോട് ഇയാളെ വെടിവെച്ച് വീഴ്ത്തിയത് ആരാണെന്ന് ചോദിച്ചത് ശരിയായില്ല. അവർ വാദപ്രതിവാദം നടത്തിക്കൊണ്ട് നിൽക്കുമ്പോ ഫ്രാൻസിസ് മുതലാളി തന്റെ കാറിൽ സംഭവ സ്ഥലത്തെത്തി. തന്റെ പ്രിയപ്പെട്ട ചുടലസ്വാമി രക്തത്തിൽ കുളിച്ച് നിശ്ചലനായി കിടക്കുന്നത് കണ്ടപ്പോ അയാളുടെ ചങ്ക് പൊടിഞ്ഞുപോയി. ഇരുണ്ട നിറമുള്ള ഷർട്ടും പാൻസും ധരിച്ച ഡോക്ടർ മാത്യൂസിനെ കണ്ടയുടൻ മുതലാളി നടുങ്ങിപ്പോയി. എങ്കിലും സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. സാറ്, നിങ്ങൾ ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ട് തന്റെ വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അയാൾ നിന്ന് വിറച്ചു. ഞാൻ നിരപരാധിയാണ് മിസ്റ്റർ ഫ്രാൻസിസ്. ഇയാളെ വെടിവെച്ചു വന്നത് മറ്റാരുമാണ്. അല്ല മുതലാളി, തൊഴിലാളികൾ ഒരാൾ അറച്ചറച്ച് തുടർന്നു. ഞങ്ങൾ വെടിശബ്ദം കേട്ടുകൊണ്ട് ഓടിയെത്തുമ്പോ ഇതേ സ്ഥലത്തുണ്ടായിരുന്നു. വെടിശബ്ദം കേട്ടുകൊണ്ടാണ് ഞാനും ഇവിടെ എത്തിയത്. ഡോക്ടർ മാത്യൂസ് തുടർന്നു. ഇയാളെ ആരോ കരുതിക്കൂട്ടി കൊല ചെയ്തതാണ്. ഡിറ്റക്റ്റീവ് മാത്യൂസ് പറഞ്ഞത് ഫ്രാൻസിസ് മുതലാളി വിശ്വസിച്ചില്ല. ചുടലസ്വാമിയിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്താൻ കഴിയാത്തതിന്റെ അമർഷത്തിൽ അദ്ദേഹം വെടിവെച്ച് കൊന്നതായിരിക്കുമെന്ന് തന്നെ ഫ്രാൻസിസ് മുതലാളി വിശ്വസിച്ചു. ബംഗ്ലാവും എസ്റ്റേറ്റും വിട്ടുകൊടുത്തത് അബദ്ധമായി പോയെന്ന് മുതലാളിക്ക് തോന്നി. വേലി തന്നെ വിളവ് തിന്നുന്നു. തനിക്ക് യാതൊരു ദോഷവും വരികയില്ലെന്ന് വാക്ക് തന്നിട്ട് തനിക്കെതിരെ ആദ്യം വെടിയുണ്ട ഉതിർത്തു വിട്ടിരിക്കുന്നു. ഇയാളുടെ ലക്ഷ്യം തന്നെ പിടികൂടുക എന്നുള്ളതാണെന്ന് തർക്കമറ്റ വിഷയമാണ്. ഇനി ഒരു നിമിഷം പോലും ഡിറ്റക്റ്റീവിനെ തന്റെ ബംഗ്ലാവിൽ താമസിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് ഫ്രാൻസിസ് മുതലാളി തീരുമാനിച്ചു. അയാൾ ഡോക്ടർ മാത്യൂസിനെ വിളിച്ച് അല്പം മാറ്റി നിർത്തി ചോദിച്ചു. എന്റെ ജീവനക്കാരെ വധിച്ചതുകൊണ്ട്
ഇൻസ്പെക്ടർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ? ഞാനല്ല ചുരുളസ്വാമിയെ വധിച്ചത്. എനിക്കറിയാം. പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. അതിന്റെ ശിക്ഷയും ലഭിച്ചു. അതുകൊണ്ട് അതുകൊണ്ട് പറയൂ. എന്റെ ബംഗ്ലാവിൽ ഇനിയും താമസിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ബംഗ്ലാവിൽ തന്നെ താമസിക്കണം. വേണ്ട, വൈൽഡ് സൺ ഒരുപക്ഷെ എന്റെ മകനായിരിക്കാം. അവനെ പിടിച്ചുകൊണ്ടുപോയിക്കോളൂ. എന്നാലും എന്റെ ബംഗ്ലാവിൽ താമസിക്കാൻ പാടില്ല. ഫ്രാൻസിസ് മുതലാളി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഒടുവിൽ ഡോക്ടർ മാത്യൂസിന് അവിടെ നിന്ന് താമസം മാറ്റേണ്ടി വന്നു. ഫ്രാൻസിസ് മുതലാളി തന്റെ തൊഴിലാളികളോടും കിങ്കരന്മാരോടും ഡോക്ടർ മാത്യൂസ് ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. അതോടെ ഡോക്ടർ മാത്യൂസിന് ആലുമൂട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട ഗതികേടുണ്ടായി. ഡോക്ടർ മാത്യൂസ് ആലുമൂട്ടിൽ നിന്നും പരിപൂർണമായി പിൻവാങ്ങി കഴിഞ്ഞപ്പോൾ ചുരുളസ്വാമിയുടെ ജൂനിയറായ ശങ്കറിനെ ഫ്രാൻസിസ് മുതലാളി തന്റെ ബംഗ്ലാവിലേക്ക് വിളിച്ചു വാഴ്ത്തി. എന്താ മുതലാളി, ഇനി നീയാണ് എന്റെ രഹസ്യം സൂക്ഷിക്കുന്ന ആൾ. ഞാൻ എന്തു ചെയ്യണം? ആരും അറിയാതെ ശൈലിയും കൊണ്ട് നമ്മുടെ സ്വകാര്യ ബംഗ്ലാവിലെത്താൻ ജോർജിനോട് പറയണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവനുമായി ഒന്ന് സംസാരിക്കട്ടെ. ഫ്രാൻസിസ് മുതലാളി ഇന്റർകോമിൽ കൂടി ഓഫീസുമായി ബന്ധപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞ് ജോർജ് ബംഗ്ലാവിലെത്തി. മുതലാളിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് ജോർജിന് തോന്നി. സർ, ഇരിക്കൂ. ജോർജ് ഇരുന്നു. മുതലാളി ആംഗ്യം കാണിച്ചപ്പോൾ ശങ്കർ മുറിയിൽ നിന്നും ഇറങ്ങിയിട്ട് കഥ കടച്ചു. ജോർജ്, എന്റെ ബംഗ്ലാവിൽ താമസിച്ചിരുന്നത് ഡിറ്റക്റ്റീവ് മാത്യൂസ് ആയിരുന്നു. ഞാൻ പോലും അറിയാതെ ഡിവൈഎസ്പി ചെറിയാൻ ഒരുക്കിയ കെണി. അയാൾ ചുടലസ്വാമിയെ വെടിവെച്ചു കൊന്നു. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞെന്ന് മാത്രം. അയാളിൽ നിന്ന് ശൈബിക്ക് നിങ്ങൾക്കും ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണം. ആരും അറിയാതെ സന്ധ്യ കഴിയുമ്പോ എന്റെ സ്വകാര്യ ബംഗ്ലാവിൽ എത്തുക. നിങ്ങളെ ഞാൻ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാം. അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥൻ എവിടെ നിന്ന് പോകുന്നത് വരെ ശൈബിയും നിങ്ങൾ മാറി നിൽക്കണം. എല്ലാ ചെലവുകളും ഞാൻ വഹിച്ചുകൊള്ളാം. നീലഗിരിയിൽ എന്റെ സുഹൃത്തിന്റെ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ സുഖമായി താമസിക്കാം. ഞാൻ പ്രേരിപ്പിച്ചിട്ടാണ് ശൈലിയും കൊണ്ട് പോകുന്നതെന്ന് ആരും അറിയുകയും അരുത്. അതെന്താ? ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥൻ എന്നെ വേട്ടയാടാൻ തുടങ്ങുന്നു. ശൈലിയും കൊണ്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയാണെന്ന് അവളുടെ വീട്ടിൽ പറഞ്ഞാൽ മതി. ജോർജ് സമ്മതിച്ചു. ഉടൻ തന്നെ ഫ്രാൻസിസ് മുതലാളി അവന് അവധിയും കൊടുത്തു. അവൻ സന്തോഷത്തോടെ സ്വന്തം വീട്ടിലേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞപ്പോ മുതലാളി ശങ്കറിനെ മുറിക്കുള്ളിലേക്ക് വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകി. സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും ജോർജും ഷൈബിയും ഫ്രാൻസിസ് മുതലാളിയുടെ സ്വകാര്യ ബംഗ്ലാവിന്റെ പരിസരത്തെത്തി. റബ്ബർ മരങ്ങൾക്കിടയിൽ തെളിഞ്ഞു കാണുന്ന ബംഗ്ലാവ് കണ്ടപ്പോ തന്നെ അവൾ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവള് ജോർജിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താടി? അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ പതുക്കെ ചോദിച്ചു. ഈ ബംഗ്ലാവിൽ വെച്ചാണ് മുതലാളി എന്നെ പീഡിപ്പിച്ചത്. അതുകൊണ്ട് എന്താണ്? ഇന്ന് മുതലാളിക്ക് പശ്ചാത്താപമുണ്ട്. നമുക്കൊരു ജീവിതം തരാൻ പോകുന്നതും മുതലാളി തന്നെ. ഈ ബംഗ്ലാവ് കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നു. സാരമില്ല, ഇപ്പോ മുതലാളിക്കുള്ള നല്ല ഹൃദയത്തെ പറ്റി മാത്രം ചിന്തിക്കൂ. അവര് സാവധാനം നടന്ന് ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി. ഇരുളിൽ മറിഞ്ഞു നിന്നുകൊണ്ട് അവരുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ശങ്കർ. മുരട് അണക്കിയിട്ട് ടോർച്ച് തെളിച്ചുകൊണ്ട് മുറ്റത്തെത്തിയതിനു ശേഷം രണ്ടുപേരുടെയും മുഖത്തേക്ക് ടോർച്ച് തെളിച്ചു നോക്കി. ആഹാ, ജോർജ് സാർ ആയിരുന്നോ? മുതലാളി അകത്തുണ്ട്, വരൂ. ശങ്കർ സിറ്റ് ഔട്ടിലേക്ക് കയറി. അവന് പിന്നാലെ ഷൈബിയും ജോർജും നിഴൽ പോലെ നടന്നു. ശങ്കർ കതക് തുറന്നിട്ട് അവരെ ബംഗ്ലാവിനുള്ളിലേക്ക് ക്ഷണിച്ചു. മെഴുകുതിരിയുടെ വെളിച്ചത്തിലിരുന്ന് സിഗരറ്റ് പൊഴിക്കുന്ന മുതലാളിയെ കണ്ടപ്പോ ഷൈബി നടുങ്ങിപ്പോയി. അവൾ വീണ്ടും വിറയ്ക്കാൻ തുടങ്ങി. മുതലാളി പുഞ്ചിരിയോടെ നോക്കിയിട്ട് ഷൈബിയോടായി പറഞ്ഞു. ഷൈബി, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ പശ്ചാത്താപമാണ് നിനക്കിപ്പോ ഉണ്ടാകാൻ പോകുന്ന നല്ല കാലം. മുതലാളിയോട് ക്ഷമിക്കുകയില്ലേ? അവൾ മറുപടി പറയാൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ശങ്കർ ജോർജിനോട് പറഞ്ഞു. നമുക്ക് അടുത്ത മുറിയിലിരിക്കാം. മുതലാളി അവളോട് ക്ഷമ പറഞ്ഞു കൊള്ളട്ടെ. ജോർജിനെയും വിളിച്ചുകൊണ്ട് ശങ്കർ അടുത്ത മുറിയിൽ കയറി കതകടച്ചു. പെട്ടെന്ന് ശങ്കറിന്റെ ഭാവം മാറി. അയാളുടെ ഭാവപ്പകർച്ച കണ്ട് അന്തിച്ചു നിൽക്കുന്ന ജോർജിന്റെ കഴുത്തിൽ അടുത്ത നിമിഷം ബലമുള്ള നൈലോൺ കയറിന്റെ കുരുക്ക് വീണു. താൻ അതിവിദഗ്ധമായി കബളിക്കപ്പെടുക മാത്രമല്ല, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്ക് നൈലോൺ ചരട് കഴുത്തിൽ മുറുകി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് വലിഞ്ഞു മുറുകുന്ന നൈലോൺ ചരടിൽ ഇരു കൈകളും കൊണ്ട് ബലമായി പിടിച്ചിട്ട് അവൻ പൊട്ടാൻ തുടങ്ങുന്ന കശേരുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശങ്കറിന്റെ ബലവുമായി തട്ടിച്ചു നോക്കുമ്പോ ജോർജ് വെറും പുഴു മാത്രമായിരുന്നു.
ബലപ്രയോഗം ഫലപ്രദമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ മിന്നൽ വേഗത്തിൽ ശങ്കറിന്റെ അടിവയറ്റിൽ തൊഴിച്ചു. തൊഴിയേറ്റ് ശങ്കർ മലർന്നടിച്ചു വീണു. അടുത്ത നിമിഷം ജോർജ് തന്റെ കഴുത്തിൽ നിന്നും നൈലോൺ ചണ്ട് വലിച്ചു മാറ്റിയിട്ട് വാതിൽക്കിലേക്ക് കുതിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശങ്കർ അരയിൽ നിന്നും ഖടാര വലിച്ചൂരി കഴിഞ്ഞിരുന്നു. വാതിൽക്കിലേക്ക് കുതിച്ച ജോർജിന്റെ നെഞ്ചിന് നേർക്ക് അവൻ ഖടാര എറിഞ്ഞു. ശങ്കർ പ്രതീക്ഷിച്ച സ്ഥാനത്ത് തന്നെ ഖടാര ചെന്ന് തറച്ചു. അമ്മേ നിലവിളിച്ചുകൊണ്ട് ജോർജ് ഖടാര നെഞ്ചിൽ നിന്നും വലിച്ചൂരാൻ ശ്രമിക്കുമ്പോഴേക്കും ശങ്കർ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. ജോർജിന്റെ പിന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവൻ ശക്തിയായി ഒരു തൊഴി കൊടുത്തു. പിന്നോട്ട് വീഴാൻ തുടങ്ങിയ ജോർജ് കമിഴ്ന്നടിച്ചു വീണു. അവന്റെ തല ശക്തിയായി കതകിൽ ചെന്നിടിച്ചു. തലയിൽ നിന്നും രക്തം പുറത്തേക്ക് ചീറ്റാൻ തുടങ്ങി. കമിഴ്ന്നടിച്ചു വീണത് കാരണം ഖടാരയുടെ ബാക്കി ഭാഗം കൂടി നെഞ്ചിലേക്ക് തറച്ചു കയറി. ജീവന് വേണ്ടി കൈയും കാലും അടിച്ചുകൊണ്ടിരുന്ന ജോർജിന്റെ പുറത്ത് ചവിട്ടി പിടിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജോർജിന്റെ കണ്ണുകൾ തുറച്ചു. വായ് തുറന്നു. ശരീരം ശക്തിയായി പിടഞ്ഞിട്ട് നിശ്ചലമായി. ശങ്കർ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ജോർജിനെ മലർത്തി കിടത്തി നെഞ്ചിൽ നിന്നും കടാര വലിച്ചൂരിയിട്ട് പോക്കറ്റിൽ നിന്നും വില കുറഞ്ഞൊരു ചുരുട്ടെടുത്ത് കടിച്ചു പിടിച്ചിട്ട് തീപ്പെട്ടി ഉരച്ച് കത്തിച്ചു. 2-3 കവൽ പുക എടുത്തതിന് ശേഷം കസേരയിൽ പോയിരുന്നു. അപ്പോഴും ശങ്കറിന്റെ മുഖത്തു നിന്നും ക്രോധഭാവം മാഞ്ഞു പോയിരുന്നില്ല. ചുരുട്ട് വലിച്ചു കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൻ എഴുന്നേറ്റു. ജോർജിന്റെ ജഡം വലിച്ച് വാതിൽക്കിൽ നിന്നും മാറ്റിയിട്ടതിന് ശേഷം വാതിൽ അല്പം തുറന്നു. ശങ്കറിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഷൈബി പരിപൂർണ നഗ്നയായി ഫ്രാൻസിസ് മുതലാളിയുടെ മുമ്പിൽ നിന്ന് പുളയുന്നു. മുതലാളിയുടെ ഇടതു കൈയിലിരിക്കുന്ന സിഗരറ്റ് അവളുടെ ശരീരത്തെ മുട്ടിക്കുമ്പോൾ അവൾ ഒന്നുകൂടി പുളയുന്നു. വേദനയോടെ അവൾ പുളയുന്നത് കാണുമ്പോൾ മുതലാളിയുടെ മുഖത്ത് ഒരു സ്ത്രീയോടൊപ്പം ശാരീരിക ബന്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരത്തിന്റെ വേലിയേറ്റം. ഒടുവിൽ ഫ്രാൻസിസ് മുതലാളി അവളുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് തറയിൽ മലർത്തി കിടത്തിയിട്ട് സിഗരറ്റിന്റെ ചാരം തട്ടിയതിനു ശേഷം വീണ്ടും വീണ്ടും അവളുടെ മർമ്മഭാഗങ്ങളിൽ കുത്താൻ തുടങ്ങി. സിഗരറ്റ് തീർന്നപ്പോൾ ഇരു കൈകളും കൊണ്ട് അയാൾ അവളുടെ കഴുത്തിൽ ബലമായി അമർത്തി. ഷൈബിയുടെ ശരീരം ജീവന് വേണ്ടി പിടയാൻ തുടങ്ങി. അവളുടെ ലോലമായ കൈകൾ ബലിഷ്ഠമായ കൈകൾ പിടിച്ചു മാറ്റാൻ ഒരു വിഫല ശ്രമം നടത്തി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മുന്നോട്ട് തള്ളി. ബലിഷ്ഠമായ കൈകളിൽ മുറുകെ പിടിച്ചിരുന്ന അവളുടെ വിരലുകൾ അയഞ്ഞു. ശരീരം നിശ്ചലമായി. അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ശാരീരിക ബന്ധം നടത്തിയതിനു ശേഷം ലഭിക്കുന്ന സംതൃപ്തി ഫ്രാൻസിസ് മുതലാളിക്ക് കിട്ടി. അയാൾ അവളുടെ ജനത്തിനരികിൽ ഏതാനും മിനിറ്റുകൾ തളർന്നിരുന്നു. പിന്നീട് എഴുന്നേറ്റ് കസേരയിലിരുന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് നിശ്ചലമായി കിടക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് തുറച്ചു നോക്കി. മിനിറ്റുകൾ കടന്നുപോയി. അയാൾ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ശങ്കർ കയറിപ്പോയ മുറിയുടെ വാതിലിൽ മുട്ടി. ഈ രംഗമെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ശങ്കർ വാതിൽ തുറന്നു. ശങ്കറെ കിതച്ചുകൊണ്ട് മുതലാളി വിളിച്ചു. എന്തോ? അവൻ കഥ കഴിച്ചു. 2 ശവങ്ങളും കൊക്കയിൽ തട്ടണം. അത് കഴിഞ്ഞ് നീ വീട്ടിൽ പൊക്കോളൂ. മുതലാളി പോവുകയാണോ? അയാൾ മേശപ്പുറത്തിരുന്ന ടോർച്ച് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ടോർച്ച് തെളിക്കാതെ പോർച്ച് കിടന്ന കാറിൽ കയറിയിരുന്നു. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ഹെഡ്ലൈറ്റുകൾ പ്രകാശിപ്പിച്ചു. അന്ധകാരം തലക്കെട്ടിക്കിടന്ന റബ്ബർ തോട്ടത്തിനുള്ളിൽ പ്രകാശം പരന്നു. കാർ മുന്നോട്ട് കുതിച്ചു. കാർ പോയി കഴിഞ്ഞപ്പോൾ ശങ്കർ ഷൈബിയുടെ ജഡത്തിനടുത്ത് ചെന്നു നിന്നു. സുന്ദരിയായ യുവതിയുടെ വികൃതമാക്കപ്പെട്ട ജഡം കണ്ടപ്പോൾ മുതലാളിക്ക് ഭ്രാന്താണെന്ന് ശങ്കറിന് തോന്നി. ഇത്ര സുന്ദരമായ ശരീരം അയാൾ സിഗരറ്റ് തീ കൊണ്ട് പൊള്ളിച്ചിരിക്കുന്നു. അതിനുശേഷം കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്തു. കാമാസക്തിയുള്ളവർ ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടാണ് യുവതികളെ കൊല്ലുന്നത്. മുതലാളിയുടെ ഭ്രാന്ത് വളരെ വിചിത്രം തന്നെ. പെണ്ണിന്റെ കഴുത്തിലല്ലാതെ അയാൾ എങ്ങും സ്പർശിച്ചിട്ട് പോലുമില്ല. ഇത് എന്ത് വികാരമാണ്? ഫ്രാൻസിസ് മുതലാളി പുരുഷനല്ലേ? പുരുഷവേഷം കെട്ടി നടക്കുന്ന ഷണ്ടനാണോ? വിവിധ വിചാരങ്ങളോടെ ശങ്കർ അവളുടെ ജഡം പൊക്കിയെടുത്തു. അടുത്ത നിമിഷം ഒരു ശബ്ദം കേട്ട് അവൻ നടുങ്ങിപ്പോയി. അനങ്ങിപ്പോരുത്. വാതിൽക്കിലേക്ക് നോക്കിയ ശങ്കർ ഇടിവെട്ടേറ്റതുപോലെ സ്തംഭിച്ചു പോയി. നീട്ടിപ്പിടിച്ച റിവോൾവറുമായി ഡോക്ടർ മാത്യൂസ് നിൽക്കുന്നു. ജഡം താഴെ വയ്ക്കൂ. അദ്ദേഹം മുറിക്കുള്ളിലേക്ക് കയറിയതിനു ശേഷം പിന്നോട്ട് നോക്കാതെ വാതിൽ ഇടതുകാൽ കൊണ്ട് അടച്ചതിനു ശേഷം പറഞ്ഞു. ശങ്കർ ജഡം താഴെ വെച്ചിട്ട് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർ മാത്യൂസിന്റെ ഷൂസ് ഇട്ട കാല് അവന്റെ കീഴ്ത്താടിയിൽ ഊക്കോടെ പതിച്ചു കഴിഞ്ഞിരുന്നു. എടുത്തെറിഞ്ഞതുപോലെ ശങ്കർ മലർന്നടിച്ചു വീണു. ഡോക്ടർ മാത്യൂസ് അവന്റെ അടുത്ത് പാഞ്ഞെത്തിയതിനു ശേഷം വലതു കൈപ്പത്തിയിൽ ചവിട്ടി പിടിച്ച് മൊസൈക് ഭാഗിയ തറയിലിട്ട് ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. ആരാടാ ഇവളെ വധിച്ചത്? മുതലാളിയാണ്. അയാൾക്ക് ഭ്രാന്താണ്. നിനക്കോ? അദ്ദേഹം അവന്റെ മൊഴിക്കുള്ളിലേക്ക് വിരലുകൾ കടത്തിപ്പിടിച്ച് മേൽപോട്ട് ഉയർത്തി ഭിത്തിയിൽ ചാരി നിർത്തി മുഖത്ത് 4-5 അടി കൊടുത്തിട്ട് വട്ടം കറക്കി വിട്ടു.
ശങ്കർ മലർന്ന് തറയിൽ വീണു. അവന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ഭയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ജോർജ് എവിടെ? അടുത്ത മുറിയിലേക്ക് ശങ്കർ ദൃഷ്ടി പായിച്ചു. ഓഹോ, കാമുകനാണ് കാമുകിയെ കുരുതി ചെയ്യാൻ കൂട്ടുന്നത് അല്ലേ? ഇറങ്ങി വാടാ. മുറിയിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോ വാതിലിനടുത്ത് ചെന്ന് ഒരു വശത്തേക്ക് മാറി നിന്നുകൊണ്ട് അദ്ദേഹം കതകിൽ തൊഴിച്ചു. രക്തത്തിൽ കുളിച്ചുകൊണ്ട് കിടക്കുന്ന ജോർജിന്റെ ജഡം കണ്ട് ഡോക്ടർ മാത്യൂസ് ഞെട്ടി. ആരാടാ ഇവനെ കൊന്നത്? പറയടാ നായേ. ഡോക്ടർ മാത്യൂസ് വീണ്ടും ശങ്കറിന്റെ മുഖത്തും നെഞ്ചിലും തലങ്ങും വിലങ്ങും അടിച്ചു. എന്നിട്ടും അവൻ സംസാരിക്കുന്നില്ലെന്ന് കണ്ടപ്പോ കത്തിക്കൊണ്ടു നിന്ന മെഴുകുതിരി അദ്ദേഹം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, നിന്റെ മുതലാളിയുടെ ഭ്രാന്ത് ഞാൻ കാണിക്കുവാൻ പോവുകയാണ്. അദ്ദേഹം അവന്റെ ഷർട്ട് വലിച്ചു കീറി. പെട്ടെന്ന് ബംഗ്ലാവിന്റെ മുമ്പിൽ ഒരു കാർ വന്ന് നിൽക്കുന്നതിന്റെ ശബ്ദം കേട്ടു. ഷൈബിയെ വധിച്ചിട്ട് ബംഗ്ലാവിന്റെ ഗേറ്റിൽ കാറിലെത്തിയ ഫ്രാൻസിസ് മുതലാളിയോട് വാച്ചർ ഭവ്യതയോടെ പറഞ്ഞു, ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥൻ മുതലാളിയുടെ സ്വകാര്യ ബംഗ്ലാവിലേക്ക് പോയിട്ടുണ്ട്. എപ്പോ? അരമണിക്കൂർ കഴിഞ്ഞു. നിന്നോട് വല്ലതും ചോദിച്ചോ? ഇല്ല. ഫ്രാൻസിസ് മുതലാളിക്ക് പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അയാൾ കാറിൽ നിന്നും ചാടിയിറങ്ങി ബംഗ്ലാവിനുള്ളിലേക്ക് പാഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തിയ മുതലാളിയുടെ കയ്യിൽ ഇരട്ടക്കുഴൽ തൂക്കുണ്ടായിരുന്നു. നീയും കാറ് കയറടാ, വാച്ചറോട് ധൃതിയിൽ പറഞ്ഞിട്ട് ഫ്രാൻസിസ് മുതലാളി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. വാച്ചർ വേഗം കാറിൽ കയറി. കാറ് മുമ്പോട്ട് കുതിച്ചു. ഇരട്ടക്കുഴൽ തോക്ക് വാച്ചറുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഫ്രാൻസിസ് മുതലാളി പറഞ്ഞു, ആ ഡിറ്റക്റ്റീവിനെ വഴിയിൽ എവിടെ വെച്ച് കണ്ടാലും പുകച്ചു കളയണം. തട്ടണോ? വാച്ചർ സംശയം പ്രകടിപ്പിച്ചു. അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അർത്ഥം മുറിച്ച് പറഞ്ഞിട്ട് കാറിന്റെ ഡാഷ് ബോക്സ് തുറന്ന് റിവോൾവർ എടുത്ത് വലതു കൈ പിടിച്ചുകൊണ്ട് കാറിന്റെ വേഗത വർദ്ധിപ്പിച്ചു. വാച്ചർ ഇരട്ടക്കുഴൽ തോക്ക് പുറത്തേക്ക് നീട്ടിയതിനു ശേഷം ട്രിഗറിൽ ചൂണ്ടുവിരൽ തൊടിയിച്ചുകൊണ്ട് ഏത് നിമിഷവും വെടിവെക്കാൻ തയ്യാറായി ജാഗ്രതയോടെ ഇരുന്നു. സ്വകാര്യ ബംഗ്ലാവിന് മുമ്പിലെത്തിയപ്പോൾ വാച്ചറുടെ നിർദ്ദേശപ്രകാരം ബംഗ്ലാവിന് ചുറ്റും കാർ ഓടിച്ചിട്ട് മുറ്റത്ത് നിർത്തി. ബംഗ്ലാവിന് വലത്ത് ചുറ്റുന്ന കാറിന്റെ ഇരമ്പൽ കേട്ടപ്പോൾ തന്നെ ഡോക്ടർ മാത്യൂസിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായി. കാറിൽ ഒന്നിലധികം ആയുധധാരികൾ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. പെട്ടെന്ന് ശങ്കറിന്റെ ഉടുവസ്ത്രങ്ങൾ വലിച്ചു കീറി അവന്റെ കൈയും കാലും ബന്ധിച്ചതിനു ശേഷം മെഴുകുതിരി അണച്ചിട്ട് വാതിലിനോട് ചേർന്ന് ചെവിയോർത്ത് നിന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ സിറ്റ് ഔട്ടിൽ കാൽപെരുമാറ്റം കേട്ടു. തുടർന്ന് ടോർച്ചിൽ നിന്ന് നിർഗളിക്കുന്ന ശക്തിയേറിയ പ്രകാശ വീജികൾ കതകിന്റെ വിടവിൽ കൂടി അരിച്ചരിച്ച് മുറിക്കുള്ളിലേക്ക് കടക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം കതകിന്റെ ബോൾട്ട് തിരിഞ്ഞു. കതക് അല്പം തുറന്നതോടൊപ്പം ഇരട്ടക്കുഴൽ തോക്കിന്റെ ബാരൽ മുറിക്കുള്ളിലേക്ക് നീന്തി വന്നു. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഡോക്ടർ മാത്യൂസ് തോക്കിന്റെ ബാരലിൽ പിടിച്ച് ശക്തിയായി വലിച്ചു. വാച്ചർ തോക്കിൽ നിന്ന് പിടിവിടാതെ പിന്നോട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് കാഞ്ചി വലിച്ചുവെങ്കിലും ചുവട് തെറ്റി അയാൾ മുറിക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ ചെന്നു വീണു. മിന്നൽ വേഗത്തിൽ അയാളുടെ കഴുത്തിൽ ഒരു ചവിട്ട് കൊടുത്തിട്ട് അദ്ദേഹം തോക്ക് പിടിച്ചു വാങ്ങുകയും കതകിൽ തൊഴിച്ച് അടയ്ക്കുകയും ചെയ്തു. വാച്ചർ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ തോക്കിന്റെ കേപ്പ് കൊണ്ട് ഒരു അടി കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, കീഴടങ്ങുക, അല്ലെങ്കിൽ ഞാൻ പുകച്ചു കളയും. വാച്ചർ എഴുന്നേക്കാൻ വീണ്ടും ശ്രമിക്കാതെ കഠാര വലിച്ചെടുത്തു. ഭാഗ്യവശാൽ ഡോക്ടർ മാത്യൂസ് പെൻ ടോർച്ച് തെളിച്ചത് തക്ക സമയത്തായിരുന്നതിനാൽ കഠാര പ്രയോഗിക്കാൻ വാച്ചർക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് ഡോക്ടർ മാത്യൂസ് പിന്നോട്ട് മാറി നിന്നുകൊണ്ട് അയാളുടെ വലതു കൈ ലക്ഷ്യമാക്കി റിവോൾവർ ചൂണ്ടി നിറയൊഴിച്ചു. കഠാര എറിയാൻ തുടങ്ങിയ വലതു കൈ നിശ്ചലമായി. ആ! വലതു കൈ പത്തി പൊത്തി പിടിച്ചുകൊണ്ട് അയാൾ ഉറക്കെ നിലവിളിച്ചു. നിർത്തണ നായി, പുറത്ത് എത്ര പേരുണ്ട്? ഡോക്ടർ മാത്യൂസ് ഗർജിച്ചു. പറയടാ. റിവോൾവർ അവന്റെ ഇടതു കൈപ്പത്തിക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം അലറി. മുതലാളി മാത്രമേ ഉള്ളൂ. സത്യമാണോ? അതെ. അദ്ദേഹം മെഴുകുതിരി കത്തിച്ചു. വാച്ചറുടെ കൈകൾ ബന്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോ പുറത്ത് കാറിന്റെ ഇരമ്പൽ കേട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ഇരമ്പൽ അകന്നുപോയി. ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് ഡോക്ടർ മാത്യൂസ് വാച്ചറുടെ നേർക്ക് തിരിഞ്ഞു. നിന്നെ ഫ്രാൻസിസ് മുതലാളി ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? സാറ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു. ശരി. ആ കേൾക്കുന്ന ആളിനെ നീ അറിയുമോ? ആരാണവൻ? മുതലാളിയുടെ തോട്ടത്തിൽ പണി ചെയ്യുന്നവനാ. ചുടലസ്വാമിയെ ആരാണ് വെടിവെച്ചു കൊന്നത്? അറിഞ്ഞുകൂടാ. ഡോക്ടർ മാത്യൂസ് വയർലെസ് എടുത്ത് ഡിവൈഎസ്പി ചെറിയാനുമായി ബന്ധപ്പെട്ടു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡിവൈഎസ്പിയും പാർട്ടിയും എത്തി. ശങ്കറിനെയും വാച്ചറെയും ഡിവൈഎസ്പി ഏൽപ്പിച്ചിട്ട് ഡോക്ടർ മാത്യൂസ് ധൃതിയിൽ ഇരുളിൽ മറഞ്ഞു. ഫ്രാൻസിസ് മുതലാളിയുടെ ബംഗ്ലാവിലെത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ അതിവേഗം അദ്ദേഹം മുമ്പോട്ട് കുതിച്ചു. ബംഗ്ലാവിന്റെ പടിക്കലെത്തിയപ്പോഴാണ്
ഫ്രാൻസിസ് മുതലാളിയുടെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടത്. ഗേറ്റ് കടന്ന് ബംഗ്ലാവിന്റെ മുറ്റത്ത് പാഞ്ഞെത്തിയ ഡോക്ടർ മാത്യൂസിനെ 2 ആൾസേഷൻ നായ്ക്കൾ നേരിട്ടു. രണ്ടിനെയും അദ്ദേഹം പുകച്ചു കളഞ്ഞിട്ട് കോളിംഗ് ബില്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തി. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും വാതിൽ തുറന്നില്ല. കതകിൽ കൈകൊണ്ടിടിച്ച് ശബ്ദമുണ്ടാക്കി. എന്നിട്ടും വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കതകിന്റെ പൂട്ട് വെടിവെച്ച് തകർത്തു. ഒറ്റ തൊഴിക്ക് കതക് തുറന്നിട്ട് ഈറ്റപ്പുലിയെ പോലെ ബംഗ്ലാവിനുള്ളിലേക്ക് പാഞ്ഞു കയറി. ഇവിടെ ആരുമില്ലേ? അലറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു. എന്നിട്ടും മറുപടി ഉണ്ടായില്ല. മുറികൾ പരിശോധിക്കാനായി ശ്രമിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് കരുതി അദ്ദേഹം കുറെ നേരം നിശബ്ദനായി നിന്നു. ആരാ? അടുത്ത മുറിയിൽ നിന്നും അപ്രതീക്ഷിതമായി കേട്ട ശബ്ദം അദ്ദേഹത്തെ നടുക്കി കളഞ്ഞു. കർട്ടൻ അല്പം നീക്കി മുഖം മാത്രം പുറത്തേക്ക് നീട്ടിക്കൊണ്ട് പാചകക്കാരൻ വെയിലു നിൽക്കുന്നു. ഡോക്ടർ മാത്യൂസ് അവന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി. സാറായിരുന്നോ? എന്താ സാറേ ഇങ്ങനെ? ഒന്നും അറിയാത്ത വെയിലു ചോദിച്ചു. പുറത്തേക്ക് ഇറങ്ങി വാടാ. വെയിലു അല്പം ഭയത്തോടെ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. എന്താ സാറേ? നിന്റെ മുതലാളി എവിടെ? ഇവിടെ ഇല്ല, ഇപ്പൊ പുറത്തേക്ക് പോയി. എങ്ങോട്ട് പോയി? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ വേറെ ആരും ഇല്ലേ? കൊച്ചമ്മയുണ്ട്. അതെന്ത് ചെയ്യുന്നു? ഉറങ്ങുക? കള്ളം പറയുന്നു. ഡോക്ടർ മാത്യൂസ് അവന്റെ കാരണത്ത് ഒരടി കൊടുത്തുകൊണ്ട് തുടർന്നു. മുതലാളി പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം തന്നെ കൊച്ചമ്മ ഉറങ്ങിപ്പോയി അല്ലടാ? ഉറങ്ങുകയാണെന്ന് പറയാൻ പറഞ്ഞു. അത് ശരി. മുതലാളിയുടെ മകൻ എവിടെ? ഒരാഴ്ചയായി സ്ഥലത്തില്ല. നീ പറഞ്ഞത് സത്യമാണല്ലോ? അതെ. നീ പറയുന്നത് സത്യമല്ലെന്ന് കണ്ട മുതലാളിക്ക് വേണ്ടി ആദ്യം മരിക്കുന്നത് നീ ആയിരിക്കും. കൊച്ചമ്മയുടെ മുറി കാണിച്ചു തരൂ. വേലുവിന്റെ പെൺകഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. ഡ്രോയിങ് റൂമിൽ നിന്നും ഇടനാഴിയിൽ പ്രവേശിച്ച ഉടനെ ഇടതുവശത്തെ കതക് കാണിച്ചു കൊടുത്തിട്ട് അവൻ നിന്നു. കൊച്ചമ്മയെ വിളിക്ക്. കൊച്ചമ്മേ, കൊച്ചമ്മേ. വേലു കഥയിൽ മുട്ടി വിളിച്ചു. മറുപടി കിട്ടിയില്ല. ഉടനെ ഡോക്ടർ മാത്യൂസ് സർവ്വശക്തിയും എടുത്ത് കഥകിൽ ആഞ്ഞു തൊഴിക്കാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഥക് പൊളിഞ്ഞു വീണു. മുതലാളിയുടെ ഭാര്യ മൂടി പുതച്ചിരിക്കുന്നത് ബെഡ്ലാമ്പിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടു. മുറിക്കുള്ളിലെ സംവിധാനം എന്താണെന്ന് അറിയാനായി അദ്ദേഹം വെറുതെ നിറയൊഴിച്ചു. ഉരുളിക്ക് ഉപ്പേരി പോലെ മുറിക്കുള്ളിൽ നിന്നും വാതിൽ ലക്ഷ്യമാക്കി വെടിയുണ്ട പാഞ്ഞെത്തി. ഡോക്ടർ മാത്യൂസ് ഭിത്തിക്ക് മറഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും നിറയൊഴിച്ചു. അടുത്ത നിമിഷം വാതിൽക്കിലേക്ക് വെടിയുണ്ടകളുടെ നിലയ്ക്കാത്ത പ്രവാഹം ആരംഭിച്ചു. ഈ സമയം കാറിൽ രക്ഷപ്പെട്ട ഫ്രാൻസിസ് മുതലാളിയെ വൈൽഡ്സൺ വഴിയിൽ വെച്ച് നേരിട്ടു. എന്നാൽ ഫ്രാൻസിസ് മുതലാളി തന്റെ റിവോൾവറിലെ വെടിയുണ്ടകൾ തീരുന്നതുവരെ ഭ്രാന്തമായി വെടിവെച്ചുകൊണ്ടിരുന്നു. റിവോൾവർ കാലിയായെന്ന് മനസ്സിലായപ്പോൾ വൈൽഡ്സൺ കൂസലില്ലാതെ അയാളുടെ അടുത്ത് പാഞ്ഞെത്തി. വൈൽഡ്സൺ റിവോൾവർ ഫ്രാൻസിസ് മുതലാളിയുടെ നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. നീ എവിടെ പോവുകയാണ്? ഇനിയും ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കരുത്. താക്കീത് ചെയ്യുകയാണോ? അല്ല, അപേക്ഷിക്കുകയാണ്. കാർ ചവിട്ടി നിർത്തിയിട്ട് എന്റെ നേർക്ക് വെടിവെച്ചത് എന്തിനായിരുന്നു? അത് അത് പറയടാ. വൈൽഡ്സണിന്റെ ഇടതുകൈ ഫ്രാൻസിസ് മുതലാളിയുടെ കരണത്ത് ഊക്കോടെ പതിച്ചു. അയ്യോ, പറയൂ, അല്ലെങ്കിൽ ഇനിയും നീ മേടിക്കും. എന്നെ നിങ്ങൾ യാതൊരു കാര്യവുമില്ലാതെ ഒരിക്കലും ഉപദ്രവിച്ചതാണ്. യാതൊരു കാരണവുമില്ലായിരുന്നുവെന്നോ? അതെ. ഷൈബി നിങ്ങളുടെ ആരാണ്? എടാ വിഡ്ഢി, ഞാൻ വൈൽഡ്സൺ ആണ്. എനിക്ക് നീയും ഷൈബിയും തുല്യനാണ്. എന്നാ അവളെ മാനഭംഗപ്പെടുത്തിയതിന്റെ ശിക്ഷയാണ് അന്ന് നിനക്ക് കിട്ടിയത്. വരൂ, ഈ റോഡിൽ നിന്ന് സംസാരിക്കാതെ നമുക്ക് അല്പം മാറി നിൽക്കാം. വൈൽഡ്സൺ അയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് പറമ്പിനുള്ളിലേക്ക് കയറി. റോഡിൽ നിന്നും 2 ഫർലോങ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വൈൽഡ്സൺ ചോദിച്ചു. ഷൈബിയും ജോർജ് എവിടെയാണ്? ഫ്രാൻസിസ് മുതലാളി നടുങ്ങി. അതെ, ഞാൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവർ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ശവം ഇവിടെ വെച്ച് ഉറുമ്പുകളായിരിക്കും. എന്നെ വിടൂ, ഞാൻ ഒരു അത്യാവശ്യ സ്ഥലത്തേക്ക് പോവുകയാണ്. ഫ്രാൻസിസ് മുതലാളി പറഞ്ഞു തീർന്നതും വൈൽഡ്സണിന്റെ കൈ വീണ്ടും ദ്രുതഗതിയിൽ ചലിച്ചു. മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് മുതലാളി തറയിൽ കുത്തിയിരുന്നു. വൈൽഡ്സൺ അയാളെ പിടിച്ചുയർത്തിയിട്ട് ചോദ്യം ആവർത്തിച്ചു. അവൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് വാഗ്ദാനം ചെയ്ത് 1 ലക്ഷം രൂപ കൊടുത്തോ? വാഗ്ദാനമോ? അതേടെ നായെ, 1 ലക്ഷം രൂപയുടെ വാഗ്ദാനം നൽകിയാണ് ജോർജിനെ നീ പ്രലോഭിപ്പിച്ചത്. അവർ എവിടെയാണെന്ന് ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ കാഞ്ചി വിളിക്കും. അവർ അവർ വേഗം പറയൂ. അവരെ കൊന്നു. ആര്? ശങ്കർ. ശങ്കർ നിന്റെ ശങ്കിടിയല്ലേ? കഷ്ടം. നീ അറിയാതെ അവൻ അവരെ കൊന്നു കളഞ്ഞല്ലേ? 1 ലക്ഷം രൂപയും അവൻ തട്ടിയെടുത്തു കാണും അല്ലേ? ഫ്രാൻസിസ് മുതലാളി മൂളി കഴിയുന്നതിന് മുമ്പ്
വൈൽഡ് സണ്ണിന്റെ കൈ ശക്തിയായി അയാളുടെ കീഴ്ത്താടിയിൽ ചെന്ന് പതിച്ചു. താടനത്തിന്റെ ശക്തിയിൽ പല്ലുകൾ കൂട്ടിയിടിച്ച് രണ്ടെണ്ണം അളർന്നുപോയി. വീണ്ടും മുഖത്ത് 4-5 ഇടി കൂടി കൊടുത്തിട്ട് വൈൽഡ് സൺ പറഞ്ഞു, അന്ന് നിന്നെ ഞാൻ കൊല്ലാതിരുന്നത് നിന്നോടുള്ള ഭയം കൊണ്ടല്ലായിരുന്നു. ശൈബിയെ പിടികൂടിയത് ഭൂതനിക ആയിരുന്നതുകൊണ്ടാണ് അവനെ മാത്രം വധിച്ചത്. നിനക്ക് 2ാം സ്ഥാനം മാത്രമേ ഞാൻ കൽപ്പിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടിയും യുവാവും ചതുവിൽ കൊല്ലപ്പെട്ടു. അതിന്റെ കാരണക്കാരൻ ഞാനാണ്. അന്ന് നിന്നെ കാലുപിടിക്ക് അയക്കേണ്ടതായിരുന്നു. എനിക്കാണ് തെറ്റുപറ്റിയത്. ഇനിയും എനിക്ക് തെറ്റുപറ്റുകയില്ല. ഇനി ഞാൻ തെറ്റ് ചെയ്യുകയില്ല. എനിക്കറിയാം, ഇനിയും ഫ്രാൻസിസ് മുതലാളിയിൽ നിന്നും ആർക്കും ഉപദ്രവം ഉണ്ടാവുകയില്ല. ഫ്രാൻസിസ് മുതലാളിയുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ വൈൽഡ് സൺ കറുത്ത കണ്ണട ധരിച്ചു. സോക്സിനുള്ളിൽ മടക്കി വെച്ചിരുന്ന തൊപ്പി തലയിൽ വെച്ചു. അടുത്ത നിമിഷം വൈൽഡ് സണ്ണിന്റെ വിരലുകൾ റിവോൾവറിന്റെ കാഞ്ചിയിൽ അമർന്നു. റിവോൾവർ തീ തുപ്പി. നെഞ്ചിൽ കൈ അമർത്തി പിടിച്ചുകൊണ്ട് ഫ്രാൻസിസ് മുതലാളി മലർന്നടിച്ചു വീണു. ഫ്രാൻസിസ് മുതലാളിയുടെ കാർ വെടിയേറ്റ് കിടക്കുന്നത് കണ്ടുകൊണ്ട് പോലീസ് ഡ്രൈവർ ജീപ്പ് നിർത്തി. ഡിവൈഎസ്പി ചെറിയാനും ഡോക്ടർ മാത്യൂസും ചാടി ഇറങ്ങിയിട്ട് കാർ പരിശോധിച്ചതിനു ശേഷം പരസ്പരം വഴക്കം പറഞ്ഞുകൊണ്ട് റോഡിന് ഇരുവശത്തുമുള്ള പറമ്പുകളിലേക്ക് കയറി ചെവിയോർത്തു നിന്നു. അപ്പോഴാണ് വെടിപൊട്ടുന്ന ശബ്ദം കേട്ടത്. രണ്ടുപേരും വെടിപൊട്ടിയ ലക്ഷ്യം വെച്ച് ടോർച്ച് തെളിക്കാതെ വളരെ ജാഗ്രതയോടെ നടന്നു. ഫ്രാൻസിസ് മുതലാളി മരിച്ചു കഴിഞ്ഞപ്പോൾ റോഡിലേക്ക് ഇറങ്ങാനായി മുമ്പോട്ട് കാൽവെച്ച വൈൽഡ് സൺ പെട്ടെന്ന് നിന്നു. 2 നിഴലുകൾ തന്റെ നേർക്ക് നടക്കുന്നത് അവൻ കണ്ടു. അടുത്ത നിമിഷം വൈൽഡ് സൺ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ഡിവൈഎസ്പിയും ഡോക്ടർ മാത്യൂസും വൈൽഡ് സണ്ണിന്റെ പിന്നാലെ കുറച്ചു ദൂരം ഓടി. ഓടുന്നതിനിടയിൽ അവർ പലതവണ നിറയൊഴിക്കുകയും ചെയ്തെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ചുടു രക്തത്തിന്റെ ഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറിയപ്പോൾ ഡോക്ടർ മാത്യൂസ് പെൺ ടോർച്ച് തെളിച്ച് 4 വശത്തേക്ക് നോക്കി. ലുക്ക് ഹിയർ, ഡോക്ടർ മാത്യൂസ് ഡിവൈഎസ്പിയോട് പതുക്കെ പറഞ്ഞു. അവർ രണ്ടുപേരും ചേർന്ന് ഫ്രാൻസിസ് മുതലാളിയുടെ ജഡം പരിശോധിച്ചു. അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. വൈൽഡ് സണ്ണായിരിക്കും ഇയാളെ വധിച്ചത്, ഡിവൈഎസ്പി അഭിപ്രായപ്പെട്ടു. അതെ, അവൻ ആരായാലും രക്തദാഹിയാണ്. വേറെ ഒരു രക്തദാഹിയല്ല, അനീതിയെ അക്രമം കൊണ്ട് ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതി ഇറങ്ങി തിരിച്ച ഒരു ചെറുപ്പക്കാരൻ. അവൻ വേട്ടയാടിയത് മുഴുവൻ സമൂഹത്തിലെ കറുത്ത മുഖങ്ങളെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവനെ പിടികൂടും. ആരാണവൻ? താങ്കളോട് പറയാൻ സമയമായിട്ടില്ല. ഇത് അവന്റെ അവസാനത്തെ കൊലപാതകമാണ്. അവന്റെ നീതിന്യായ കോടതി ഇന്ന് ഞാൻ അടച്ചു മുദ്ര വയ്ക്കും. വരൂ, നമുക്ക് പോകാം. ഈ ശവം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ജഡം റോഡിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ അപകടം വരുത്തി വെക്കാൻ ഇടയുണ്ട്. രണ്ടുപേരും ചേർന്ന് ഫ്രാൻസിസ് മുതലാളിയുടെ ജഡം താങ്ങിയെടുത്ത് റോഡിലേക്ക് കൊണ്ടുപോയി. റോഡിലെത്തിയപ്പോൾ ഡോക്ടർ മാത്യൂസ് പറഞ്ഞു, ജീപ്പിൽ ജഡം കയറ്റാം. താങ്കൾ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ആശുപത്രിയിലേക്ക് പോയിക്കോളൂ. താങ്കൾ എവിടെയാണ് ഇറങ്ങുക? ഞാൻ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് ഇറങ്ങുകയാണ്. അവർ ജഡം ജീപ്പിൽ കയറ്റി. അവനും കയറിയിരുന്നു. ജീപ്പ് മുമ്പോട്ട് കുതിച്ചു. ഹോട്ടലിന്റെ മുമ്പിലെത്തിയപ്പോൾ ഡോക്ടർ മാത്യൂസ് ഇറങ്ങി. ജീപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഒരു ടാക്സി പിടിച്ച് അദ്ദേഹം ആലമൂട് ജംഗ്ഷനിലെത്തി. രാത്രി 1 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴും ആരോ കത്തിച്ചു വെച്ച വലിയ 2 മെഴുകുതിരികൾ കുരിശിൻതൊട്ടിയുടെ മുൻവശത്ത് കത്തി ജ്വലിച്ചുകൊണ്ടിരുന്നു. സന്ധ്യ സമയത്ത് ഉത്സവപ്പറമ്പ് പോലെ തൊഴിലാളികൾ നിറഞ്ഞൊഴുകുന്ന ആലുമൂട് ശ്മശാന മൂകതയോടെ തണുത്തു മരവിച്ചു കിടക്കുന്നു. ചായക്കടയുടെ വരാന്തയിൽ കിടന്ന ബെഞ്ചിൽ അല്പസമയം ഡോക്ടർ മാത്യൂസ് ഇരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് വളരെ ക്ഷീണിതനായിരുന്നുവെങ്കിലും ചായക്കടക്കാരനെ വിളിച്ചുണർത്താൻ അദ്ദേഹത്തിന് മനസ്സ് അനുവദിച്ചില്ല. ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥനാണെന്ന് നാട്ടുകാർ അറിഞ്ഞതിനു ശേഷം അദ്ദേഹം ആലുമൂടിലുള്ള പരിചയക്കാരിൽ നിന്നും വളരെ അകന്നു നടക്കുകയായിരുന്നു. അരമണിക്കൂറോളം അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണം അല്പം മാറി. ഇനി പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി എഴുന്നേറ്റ് അദ്ദേഹം പെട്ടെന്ന് നിന്നു. ഒരാൾ റോഡിൽ കൂടി വളരെ വേഗം നടക്കുന്നത് അദ്ദേഹം കണ്ടു. ഡോക്ടർ മാത്യൂസ് പെട്ടെന്ന് ഡെസ്കിന്റെ കീഴിലേക്ക് കയറി അക്ഷമനായിരുന്നു. റോഡിൽ കൂടി നടക്കുന്ന മനുഷ്യൻ വളരെ ധൃതിയിൽ നടന്ന് കുരിശിൻ തൊട്ടിയിൽ കത്തി നിൽക്കുന്ന മെഴുകുതിരിയിലേക്ക് മുഖം തിരിച്ചു നോക്കിയിട്ട് അതേ വേഗതയിൽ തന്നെ മുമ്പോട്ട് നടന്നു. മെഴുകുതിരിയുടെ മങ്ങിയ പ്രഭയിൽ ഡോക്ടർ മാത്യൂസ് ആ മുഖം കണ്ടു. കുറ്റിത്താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ, മുടി പറ്റെ വെട്ടിയിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ കൂടി ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി. ധൃതിയിൽ നടന്നുപോയ ആ മനുഷ്യൻ ആരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വൈൽഡ് സൺ ഫ്രാൻസിസ് മുതലാളിയെ വകവരുത്തിയിട്ട് വരുന്ന വഴിയാണ്. പെട്ടെന്ന് അദ്ദേഹം ഡെസ്കിന്റെ കീഴിൽ നിന്നും എഴുന്നേറ്റ് 4 വശത്തേക്ക് നോക്കിയതിനു ശേഷം കുരിശിന്റെ ഭാഗത്തേക്ക് നടന്നു. ശബ്ദമുണ്ടാക്കാതെ നിഴൽ പോലെ അദ്ദേഹം വൈൽഡ് സണ്ണിനെ പിന്തുടർന്നു. ഏതാനും മീറ്റർ ദൂരം കൂടി കഴിഞ്ഞപ്പോൾ വൈൽഡ് സൺ അപ്രത്യക്ഷനായി. അവൻ എങ്ങോട്ടാണ് പോയതെന്ന് കൂടി അദ്ദേഹത്തിന് ഊഹിക്കാൻ കഴിഞ്ഞില്ല.
മുമ്പോട്ട് നടക്കാൻ മെനക്കെടാതെ അദ്ദേഹം കലുങ്ങിന്റെ പുറത്തു കയറിയിരുന്നു. വയലിസൺ ചായക്കടയുടെ മുമ്പിൽ കൂടി കടന്നു പോയപ്പോൾ അവന് നേരെ നിറയൊഴിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ ആളറിയാതെ എങ്ങനെ നിറയൊഴിക്കും? മറ്റേതെങ്കിലും മനുഷ്യനാണെങ്കിൽ നിരപരാധിയുടെ നേർക്ക് നിറയൊഴിക്കുന്നത് തെറ്റല്ലേ? വൈൽഡസൺ അപ്രത്യക്ഷനായതിൽ ഡോക്ടർ മാത്യൂസിന് കടുത്ത നിരാശ തോന്നി. ഉറക്കമൊഴിക്കാൻ തുടങ്ങിയിട്ട് എത്ര രാത്രികൾ കഴിഞ്ഞു. ഇപ്പോൾ അവനെ പിടികൂടാൻ കഴിയുമായിരുന്നുവെങ്കിൽ നാളെ രാത്രിയെങ്കിലും സുഖമായി കിടന്നുറങ്ങാൻ കഴിയുമായിരുന്നു. മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് അദ്ദേഹം കരിങ്കിൽ തന്നെ ഇരുന്നു. ഈ സമയം വൈൽഡസൺ ഒരു വീടിന്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് തന്റെ പക്കലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വളരെ വേഗം ഓടിച്ചു പോയി കഴിഞ്ഞിരുന്നു. 20 കിലോമീറ്റർ ദൂരെയുള്ള പട്ടണത്തിൽ കാർ നിർത്തിയിട്ട് സാമാന്യം ഭേദപ്പെട്ട ഒരു വീടിന്റെ ഗേറ്റ് തുറന്ന് അവൻ മണൽ വിരിച്ച മുറ്റത്തേക്ക് പ്രവേശിച്ചതിനു ശേഷം കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ തിരികെ കാറിൽ കയറിയിരുന്നു. കാറ് മുറ്റത്തേക്ക് കയറ്റി ഹോൺ അടിച്ചു. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു. ആരാ? വീട്ടിനുള്ളിൽ നിന്നും ഒരു പുരുഷന്റെ ശബ്ദമുയർന്നു. ഞാനാണ്, അജയ്. അടുത്ത നിമിഷം വാതിൽ തുറന്നു. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ വയൽസൺ വാതിൽ തുറന്ന മനുഷ്യനെ തള്ളി മാറ്റിയിട്ട് വീടിനുള്ളിലേക്ക് ചാടി കയറി. ഭയന്നു വിറച്ച വീട്ടുടമ നിലവിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വയൽസണിന്റെ റിവോൾവർ അയാളുടെ നെഞ്ചിന് നേർക്ക് ചൂണ്ടിക്കഴിഞ്ഞിരുന്നു. ശബ്ദിച്ചു പോകരുത്, വയൽസൺ താക്കീത് ചെയ്തിട്ട് വാതിൽ സ്വയം അടിച്ചു കുറ്റിയിട്ടുകൊണ്ട് ചോദിച്ചു. ഭയപ്പെട്ടുപോയി അല്ലേ? നിങ്ങൾ ആരാണ്? എന്തു വേണം? ഞാൻ കള്ളന്റെ പിടിച്ചുപറിക്കാരനോ അല്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്നെ സംബോധന ചെയ്യണ്ട, നീ എന്ന് പറഞ്ഞാൽ മതി. രാത്രി 3 മണിയോടെ അടുത്ത സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആയുധധാരിയുടെ കമന്റ് കേട്ടപ്പോ വീട്ടുടമയ്ക്ക് സംശയം തോന്നി. ഇയാൾ ആരാണ്? എന്തിനു വന്നു? വീട്ടുടമയുടെ മുഖം ചുളിയുന്നത് കണ്ടുകൊണ്ട് വയൽസൺ പറഞ്ഞു. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എന്റെ പേര് വയൽസൺ. നിങ്ങൾ എവിടെ? ഞാൻ അഴിമതിക്കാരനോ പൂർത്തിവെപ്പുകാരനോ അല്ല, കേവലം ഒരു ഫുട്ബോൾ താരമാണ്. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. എനിക്കറിയാം, അതുകൊണ്ടാണ് എന്നെ നീ എന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പറയാം. എന്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല, എന്റെ ശബ്ദവും രൂപവും മാറിപ്പോയി. 6 വർഷം കഴിഞ്ഞില്ലേ? 6 വർഷമോ? അതെ. ഇന്ദു മരിച്ചിട്ട്? അല്ല, ആത്മഹത്യ ചെയ്തിട്ട് 6 വർഷം തികയാണെന്ന്. 6 വർഷം മുമ്പ് ഈ സമയത്ത് അവൾ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. ആർക്കും അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വയൽസണിന്റെ ക്രൂരമായ നയനങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. മുത്തുമണികൾ അവന്റെ മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്ന താടിയിൽ കൂടി തെന്നി തെന്നി മൊസൈക്ക് പാകിയ തറയിൽ വീണ് ചിന്നി ചിതറി. തന്റെ മുമ്പിൽ നിൽക്കുന്ന ഭീകരൻ ആരാണെന്ന് ഫുട്ബോൾ താരത്തിന് മനസ്സിലായി. തന്റെ സഹോദരിയുടെ കാമുകൻ. അതെ, അവൻ തന്നെ. അവന്റെ ശബ്ദവും രൂപവും മാറിപ്പോയിരിക്കുന്നു. ഫുട്ബോൾ താരം വയൽസണിനെ കണ്ണുമിക്കാതെ നോക്കി. അയ്യൻ ആ സമയത്ത് ഇവിടെ എത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം തീർച്ചയായും ശുദ്ധമല്ല. തന്റെ പൂർവ്വ സുഹൃത്തല്ല, മറിച്ച് വയൽസണാണ് ഈ നിൽക്കുന്നത്. അഴിമതിക്കാരെയും അക്രമികളെയും നിയമത്തെ ലംഘിച്ചുകൊണ്ട് വകവരുത്തിക്കൊണ്ടിരിക്കുന്ന വയൽസൺ. ഇവന്റെ മുമ്പിൽ താനും ഒരു കുറ്റവാളി തന്നെ. തന്റെ സഹോദരി ആത്മഹത്യ ചെയ്തതാണെന്ന് ഇവൻ എങ്ങനെ മനസ്സിലാക്കി? അതും 6 വർഷമായപ്പോൾ. ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഫുട്ബോൾ താരം തന്റെ പൂർവ്വകാല സുഹൃത്തിനെ പകച്ചു നോക്കി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഫുട്ബോൾ താരം നാവ് ചലിപ്പിച്ചു. നിങ്ങളോട് ആരാണ് പറഞ്ഞത് അവൾ ആത്മഹത്യ ചെയ്തതാണെന്ന്? അവൾ തന്നെ. അവൾ തന്നെയോ? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇപ്പോ എനിക്ക് ഭ്രാന്താണ്. ഉറങ്ങിക്കിടന്ന് എന്റെ പ്രതികാര വാഞ്ചയെ ഉണർത്തിയത് ഫ്രാൻസിസ് മുതലാളി എന്ന കാട്ടാളനായിരുന്നു. അവനെ വകവരുത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ പിന്നാലെ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പാഞ്ഞു നടക്കുകയാണ്. ഇപ്പോ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? നിങ്ങളോട് കണക്ക് ചോദിക്കുവാൻ. എന്ത് കണക്ക്? എന്റെ ഇന്ദുവിന്റെ ജീവന്റെ കണക്ക്. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന്റെ കണക്ക്. ഒരുപക്ഷെ നാളെ എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇന്ദു ആത്മഹത്യ ചെയ്തതാണെന്ന് നിങ്ങൾ എന്നെ അറിഞ്ഞു എന്നാണ് എന്റെ സംശയം. അവൾ ആത്മഹത്യ ചെയ്തതല്ല. കാൽവേദി വീണതിനെ തുടർന്ന് തലച്ചോറിന് തകരാറുണ്ടായതുകൊണ്ടാണ് മരിച്ചത്. ഗോപി, നീ കള്ളം പറയരുത്. ഇനിയും നുണക്കഥ പറയാനാണ് ഭാവമെങ്കിൽ ഇന്ന് ഞാൻ ചുട്ടുകളയും. എന്റെ പക്കൽ ഒരു റിവോൾവർ അല്ല, 5 എണ്ണം ഉണ്ട്. വയൽസൺ ഷർട്ട് ഉയർത്തി കാണിച്ചു. ശരീരത്തിന് ചുറ്റും പാൻസിൽ തിരികെ വെച്ചിരിക്കുന്ന റിവോൾവറുകൾ കണ്ട് ഗോപി നടുങ്ങി. ഇനി പറയൂ, അവൾ ആത്മഹത്യ ചെയ്തതല്ലേ? അതെ. എന്തിന്? അവൾ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും നീ ഇപ്പോഴെങ്കിലും കുറ്റം സമ്മതിച്ചുവല്ലോ.
മരിക്കുന്നതിന് മുമ്പ് അവൾ എനിക്ക് കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. നിന്നെ കൊല്ലണമെന്നാണ് അവൾ എഴുതിയിരുന്നത്. എന്നാ ഞാൻ ക്ഷമിക്കുകയായിരുന്നു, എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫ്രാൻസിസ് മുതലാളി എന്ന കാട്ടാളൻ പാവപ്പെട്ട പെൺകുട്ടിയെ വേട്ടയാടിയത്. ഷൈബി. അവൾക്ക് എന്റെ ഇന്ദുവിന്റെ ചായ ഉണ്ടായിരുന്നു. ഇന്ദുവിനെ ഞാൻ ഷൈബിയിലൂടെ കണ്ടു. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. അവൾ എനിക്ക് അവസാനമായി എഴുതിയ കാര്യം അവളുടെ 6ാം ചരമവാർഷിക ദിനമായി ഇന്ന് ഞാൻ നിറവേറ്റുന്നു. പറഞ്ഞു തീർന്നതും വയലിസൺ കാഞ്ചി വലിച്ചതും ഒരുപോലെയായിരുന്നു. പ്രശസ്ത ഫുട്ബോൾ താരമായ ഗോപിയുടെ ശരീരം തറയിൽ കിടന്ന് പിടച്ചു. അവന്റെ ശരീരം നിശ്ചലമായപ്പോൾ വയലിസൺ കാറിൽ കയറി അതിവേഗം ഓടിച്ചുപോയി. ഇടയ്ക്ക് വെച്ച് കാർ ഉപേക്ഷിച്ചിട്ട് ടാക്സിയിൽ കയറി ആലുമൂട് ജംഗ്ഷനിലെത്തി. അവൻ തന്റെ പക്കലുണ്ടായിരുന്ന റിവോൾവറുകൾ കുരിശിൻ തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം വീട്ടുമുറ്റത്തെത്തി. പോക്കറ്റിൽ നിന്നും താക്കോൽ എടുത്ത് വാതിൽ തുറക്കാനാഞ്ഞ വയലിസൺ പിന്നിൽ നിന്നേറ്റ ശക്തമായ ഒരു ഇടിയിൽ താഴെ വീണു. ഉദയസൂര്യന്റെ ശംഖുവിളിയോടെ കീഴിൽ പൊട്ടി വീണ നേരിയ പ്രകാശത്തിൽ മലർന്നു കിടന്നുകൊണ്ട് വയലിസൺ വീഴ്ച നോക്കി. നീട്ടിപ്പിടിച്ച റിവോൾവറുമായി നിൽക്കുന്ന ഡിറ്റക്റ്റീവ് ഡോക്ടർ മാത്യൂസിനെ കണ്ടപ്പോൾ വയലിസൺ നടുങ്ങിയില്ല. അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ മാത്യൂസ് അവന്റെ നെഞ്ചിൽ കാലെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, കീഴടങ്ങുക. ഞാൻ കീഴടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കാൻ കഴിഞ്ഞത്. അവരുടെ സംസാരം കേട്ടുകൊണ്ട് ഉറക്കമുണർന്ന വയലിസണ്ണിന്റെ അമ്മ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് നോക്കി. ആദ്യം മുറ്റത്ത് മലർന്നു കിടക്കുന്ന സ്വന്തം മകനെ പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയ്യോ, നിങ്ങൾ ആരാണ്? എടാ മോനെ, ഒന്ന് എഴുന്നേറ്റ് വേടാ, ഇതാ 2 പേർ. അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വയലിസൺ പറഞ്ഞു, അമ്മേ, ഞാൻ തന്നെയാണ് മുറ്റത്ത് കിടക്കുന്നത്. ഞാൻ എന്താണ് കാണുന്നത്? നീ എന്ത് മോനാണെന്നോ? അതെ. വയലിസൺ തന്റെ മുഖത്തെ മാസ്ക് വലിച്ചു മാറ്റി. മോനെ. അമ്മ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. റിവോൾവറും ചൂണ്ടിക്കൊണ്ട് ഈറ്റപ്പുലിയെ പോലെ നിൽക്കുന്ന ഡോക്ടർ മാത്യൂസിന്റെ മുഖത്തേക്ക് അവർ ഭയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. എന്തിനാണ് എന്റെ മകന്റെ നെഞ്ചിൽ ചവിട്ടിയിരിക്കുന്നത്? മാറിടാ. അമ്മ മാറി നിൽക്കൂ. ഇദ്ദേഹം ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥനാണ്. നീ അതിന് എന്ത് തെറ്റ് ചെയ്തറാ? ഞാനാണമ്മേ, വയലിസൺ. എന്ത്? അതെ അമ്മേ, അതിക്രമം കണ്ട് പൂർതി മുട്ടിയപ്പോ ഞാനല്ലാതായി തീർന്നു. അവൻ പറയുന്നത് വിശ്വസിക്കാനാകാതെ തുറച്ച കണ്ണുകളോടെ അവർ ഏതാനും ചുവടുകൾ പിന്നോട്ട് മാറി നിന്നു. വയലിസൺ ഡോക്ടർ മാത്യൂസിനോടായി പറഞ്ഞു, സർ, എന്നെ എഴുന്നേക്കാൻ അനുവദിക്കൂ. വിശ്വാസമില്ലെങ്കിൽ എന്റെ കൈകൾ ബന്ധിച്ചുകൊള്ളൂ. ഡോക്ടർ മാത്യൂസ് തന്റെ അരയിൽ ചുറ്റിയിരുന്ന നൈലോൺ ചരടുകൊണ്ട് വയലിസണിന്റെ കൈകൾ ബന്ധിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തി. സാറേ, എന്റെ മകൻ പറയുന്നത് കള്ളമാണ്. ഞാൻ ആരെയും കൊല്ലത്തില്ല. അമ്മേ, ഞാൻ അമ്മയുടെ മുമ്പിലാണ് വെറും കുഞ്ഞ്. ഞാൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ രാത്രിയിലും 2 പേരെ വകവരുത്തി. 2 പേരോ? ജിജ്ഞാസയോടെ ഡോക്ടർ മാത്യൂസ് ചോദിച്ചു. അതെ, ഫുട്ബോൾ താരം ഗോപിയെ വധിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വരുന്നത്. അതിരിക്കട്ടെ, ഞാനാണ് യഥാർത്ഥ വയലിസൺ എന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? മിസ്റ്റർ മാർട്ടിൻ, എനിക്ക് നിന്നോട് സഹതാപവും അഭിമാനവും തോന്നുന്നു. കാരണം നീ ഒറ്റക്കാലനാണ്, ഒരു വികലാംഗൻ. കൃത്രിമ അവയവം ഉപയോഗിച്ച് വളരെ സമർത്ഥമായി, വളരെ രഹസ്യമായിട്ടാണെങ്കിലും പൂർണ്ണകായന്മാരെ പോലെ ചുറുചുറുക്കോടെ ജീവിച്ചതിലാണ് എനിക്ക് അഭിമാനം തോന്നുന്നത്. സഹതപിക്കാനുള്ള കാരണം വിവേകവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നിട്ടും കാണിച്ച ഹീനമായ പ്രവൃത്തി. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്നാൽ സമൂഹം എന്നെ കൊണ്ട് ഈ പ്രവൃത്തികൾ ചെയ്യാൻ നിർബന്ധിതനാക്കുകയായിരുന്നു. ഞാനാണ് വയലിസൺ എന്ന് സാർ എങ്ങനെ മനസ്സിലാക്കി? ക്രച്ചസ് കക്ഷത്ത് വെച്ചുകൊണ്ടാണല്ലോ ഞാൻ ആലുമൂട്ടിൽ വരാറുള്ളത്. ശരി തന്നെ. എന്നാൽ ഞാൻ ഒരു ഷൂട്ടിംഗ് മത്സരം നടത്തിയത് നീ ഓർമ്മിക്കുന്നുണ്ടോ? ഉണ്ട്, റിവോൾവർ കൊണ്ടുള്ള ഷൂട്ടിംഗ്. അതിൽ ആ മത്സരത്തിൽ ഞാനും പരാജയപ്പെടുകയായിരുന്നല്ലോ. അതെ. എന്നാൽ നീ മാത്രമേ ശരിയായ രീതിയിൽ റിവോൾവർ എടുക്കുകയും പിടിക്കുകയും ചെയ്തുള്ളൂ. അന്നു മുതൽ വളരെ രഹസ്യമായി നിന്നെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പല രാത്രികൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും നീ ഇവിടെ ഇല്ലായിരുന്നു. ഷൈബിയുടെ ബന്ധുവിനെ ചുഴലസ്വാമി പീഡിപ്പിച്ച രാത്രിയിൽ ഞാൻ ഇവിടെ എത്തിയിരുന്നു. അതേ രാത്രിയിൽ ചുഴലസ്വാമിയിൽ നിന്നും പാവപ്പെട്ട വീട്ടുകാരെ നീ രക്ഷിച്ചു. നിന്നെപ്പറ്റി കൂടുതൽ സംശയം തോന്നിയപ്പോ ഞാൻ ഡോക്ടറെ കണ്ടു. എന്തിന്? കൃത്രിമ കാല് ഫിറ്റ് ചെയ്ത ഒരാൾക്ക് മറ്റുള്ളവരെ പോലെ ഓടാനും ചാടാനും കഴിയുമോ എന്നറിയാനായി. ഡോക്ടർ ശുഭപ്രതീക്ഷയാണ് എനിക്ക് നൽകിയത്. നിന്റെ പക്കലുണ്ടായിരുന്ന റിവോൾവറുകൾ എവിടെ? കുരിശിൻ തൊട്ടിയിൽ ഉപേക്ഷിച്ചു. എന്തിന്? ഞാൻ കീഴടങ്ങാൻ തുടങ്ങുകയായിരുന്നു. അതിനു മുമ്പ് താങ്കൾ എന്നെ കീഴടക്കി.
എന്തിനാണ് ഫുട്ബോൾ താരം ഗോപിയെ വധിച്ചത്? അവൻ ഗോൾ കീപ്പറാണ്. എന്റെ ഈ കാൽ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ സ്ഥാനം അലങ്കരിക്കേണ്ടത് ഞാനായിരുന്നു. ഈ കാൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ചതിയിൽ കൂടി. ഗോപിക്ക് എന്റെ സ്ഥാനം കിട്ടാൻ വേണ്ടി അവന്റെ സഹോദരിയെ എന്നിലേക്ക് അടുപ്പിച്ചു. ആദ്യം ഞാൻ അവളുമായി ഇടപഴകാൻ വിസമ്മതിച്ചെങ്കിലും എന്നിലെ യുവത്വം ഒടുവിൽ അവൾക്ക് കീഴടങ്ങി. ഞങ്ങൾ കാമുകി കാമുകന്മാരായി. ചില പത്രങ്ങൾ വരെ ഞങ്ങളെ പറ്റി എഴുതിയിരുന്നു. ഒടുവിൽ ഒരു ആക്സിഡന്റിൽ എന്റെ കാൽ നഷ്ടപ്പെട്ടു. എന്നെ അപകടത്തിൽ വീഴ്ത്താൻ ഗോപി കരുവാക്കിയത് ഇന്ദുവിനെ ആയിരുന്നു. ദുഃഖം സഹിക്കാനാകാതെ അവൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യക്ക് മുമ്പ് എല്ലാ വിവരങ്ങളും വിശദീകരിച്ച് എനിക്ക് എഴുതിയിരുന്നു. ഞാൻ കാലില്ലാതെ ആശുപത്രി കിടക്കുമ്പോൾ അവൾ അതേ ആശുപത്രിയിൽ മരണവുമായി മല്ലടിക്കുന്നെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴാണ് അവളുടെ കത്ത് കണ്ടത്. ആ കത്ത് എവിടെ? ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും നാൾ പ്രതികാരം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ ഇന്ദുവിന്റെ മുഖച്ഛായയുള്ള ഷൈബിയെ ഫ്രാൻസിസ് മുതലാളി തട്ടിക്കൊണ്ടുപോയി തന്റെ കാമഭ്രാന്തിന് ഇരയാക്കുന്ന വിവരം അറിഞ്ഞത്. പിന്നെ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അനീതിയെ തോൽപ്പിക്കാൻ മനസ്സ് വെമ്പുകയായിരുന്നു. പത്രവാർത്തകളിൽ കൂടി ഓരോരുത്തരെയും ഞാൻ കണ്ടെത്തി. കള്ളം. ശുദ്ധമായ ഉദ്ദേശത്തോടെ അല്ല, വളരെ രഹസ്യമായി കൃത്രിമക്കാൽ ഫിറ്റ് ചെയ്തുകൊണ്ട് നീ പ്രാക്ടീസ് നടത്തിയത് അല്ല. രാത്രിയിൽ കൃത്രിമക്കാൽ ഫിറ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് നടത്തിയത് വീണ്ടും ഫുട്ബോൾ കളിക്കാനുള്ള കൊതി കൊണ്ടായിരുന്നു. പകൽ നീ കൃത്രിമക്കാൽ ഫിറ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതിരുന്നതോ? ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന, പരീക്ഷണങ്ങളെ അവജ്ഞയോടെ കാണുന്ന, പുതിയ രീതികളെ പുച്ഛിച്ചു തള്ളുന്ന എന്റെ സഹവാസികളെ ഭയന്നാണ് ഞാൻ ക്രച്ചസ് തന്നെ ഉപയോഗിച്ചത്. കൃത്രിമ കാലുമായി എത്തുന്ന എന്നെ അവർ മരക്കാലൻ എന്ന് വിളിക്കുന്നതിലും നല്ല പേര് ഒറ്റക്കാലൻ എന്നുള്ളത് തന്നെയല്ലേ. പിന്നെ ഇവിടെ നിന്നും മാറി താമസിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ വിധി ഒന്നിനും അനുവദിച്ചില്ല. ഇത് വിധിയല്ല, നീ സ്വയം വരുത്തി വെച്ച വിനയല്ലേ? അതെ, അനീതിക്ക് അക്രമം പരിഹാരമല്ലെന്നും അറിയാം. എന്നാൽ ഒരാക്രമണം നടത്തി കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും വീണ്ടും അനീതിയെ അക്രമം കൊണ്ട് ചെറുക്കണമെന്ന് തോന്നി. വളരെയധികം ആളുകൾ എന്റെ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതും കേൾക്കാൻ കഴിഞ്ഞു. ഇപ്പോഴോ ഇപ്പോ ഇപ്പോ എന്റെ അമ്മയ്ക്ക് ഇനി ആരുമില്ല. മാർട്ടിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർ മാത്യൂസ് മൈക്രോ വയർലെസ്സിൽ കൂടി ഡിവൈഎസ്പി ചെറിയാനുമായി ബന്ധപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഡിവൈഎസ്പിയും പാർട്ടിയും അവിടെ പാഞ്ഞെത്തി. മാർട്ടിനെയും കൊണ്ട് അവർ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിച്ചു. അപ്പോൾ അവന്റെ അമ്മ മാറത്തടിച്ച് നിലവിളിക്കുന്നത് കാണാൻ ഡോക്ടർ മാത്യൂസിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന മകന്റെ കണ്ണുകൾക്ക് ശക്തിയില്ലായിരുന്നു. നോവലിന്റെ മുഴുവൻ ഭാഗങ്ങളും ശരിയായ രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നില്ലെന്ന് ഒരുപാട് കമന്റ്സ് കണ്ടു. ദയവായി ഒന്ന് പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കണം. അതിൽ ഞാൻ നോവലിന്റെ മുഴുവൻ ഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ നോവലുമായി വീണ്ടും കാണാം. നന്ദി.